ഹലോ ഹലോ എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ കഴിഞ്ഞ തവണത്തെ ടോപ്പിക്കിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ്. കുട്ടികളായിരുന്നപ്പോൾ വായിച്ചിരുന്ന കോമിക്സും കോമിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഗ്രാഫിക്സ് നോവൽസിലേക്ക് കിടക്കുകയാണ്, മുതിർന്നവരുടെ കോമിക്സ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് അനൂപാണ്. അപ്പോൾ അനൂപ് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ഒരു ഫീലിംഗ്. അപ്പോൾ അനൂപ്, ഓവർ ടു യു. ആക്ച്വലി നമുക്ക് ഗ്രാഫിക് നോവൽസ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ടച്ച് ചെയ്യാതെ വിട്ടുപോയൊരു സബ്ജക്ട് ഉണ്ട് ഫ്രം ലാസ്റ്റ് ടൈം. ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു ഗ്രാഫിക് നോവൽസ്, അമർ ചിത്രകഥ. അത് ആക്ച്വലി നമ്മൾ ലാസ്റ്റ് ടൈം കവർ ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള കോമിക് ബുക്ക് പബ്ലിഷർ എന്ന് പറയുന്നത് അമർ ചിത്രകഥയാണ്. എന്താ പറയാ, ഇപ്പൊ ഒരുപാട് കുട്ടികളെ മിത്തോളജിയിലേക്കും ഹിസ്റ്ററിയിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവം കൂടിയാണ് അമർ ചിത്രകഥ. ഇൻഫാക്ട് ആക്ച്വലി ഒരുപാട് കോപ്പി കാറ്റ് ചിത്രകഥകൾ ഇറങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് കുറെ നാള്. അതൊന്നും പക്ഷേ അമർ ചിത്രകഥയോളം വന്നിട്ടില്ല. ചൂസിങ് ദ ടോപ്പിക്സ് ഓൾസോ. കാരണം പലപ്പോഴും ഈ കോപ്പി കാറ്റ് ചിത്രകഥകളെല്ലാം ചൂസ് ചെയ്യുന്ന ഹിസ്റ്ററി സബ്ജക്ട്സ് ഒക്കെ കൂടുതലും ഹെവിലി ഫോക്ലോർ ഇൻസ്പയർഡ് ആയിട്ടുള്ളതും അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. എന്നാൽ അമർ ചിത്രകഥയ്ക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. ദേ റിലൈഡ് ഓൺ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ്, ബട്ട് ചെറിയ കുഴപ്പങ്ങളുണ്ട്. ലൈക്ക് ഒരു സിംഗുലർ സോഴ്സ് മാത്രം റെഫർ ചെയ്യുന്നതിന്റെ കുഴപ്പങ്ങളുണ്ട്. അതേപോലെ തന്നെ ഹിസ്റ്ററി മിത്തോളജി നല്ലോണം റെഫർ ചെയ്തേക്കുന്ന അമർ ചിത്രകഥയാണ്. ഇൻഫാക്ട് BR ചോപ്രയുടെ മഹാഭാരതം ഇറങ്ങിയ സമയത്ത് ആ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അമർ ചിത്രകഥയാണ്. ലൈക്ക് ആ കാലഘട്ടത്തിൽ ആൾക്കാർ എങ്ങനെയാണ് ഡ്രസ് ചെയ്തേക്കുന്നത്, എന്ത് ടൈപ്പ് ആയുധങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നത്, ഇതിലൊക്കെ അവര് റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചത് അമർ ചിത്രകഥയാണ്. So, anyone else want to pitch in? ആക്ച്വലി അമർ ചിത്രകഥയില് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ അമർ ചിത്രകഥയുടെ ഒരു ആപ്പ് അവൈലബിൾ ആണ്. അതിലൊരു ലൈഫ് ലോങ് സബ്സ്ക്രിപ്ഷൻ ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പൊ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ മോന് വായിപ്പിക്കാൻ നോക്കിയെങ്കിലും ഇംഗ്ലീഷും ലാംഗ്വേജും ഒക്കെ ഇച്ചിരി സ്റ്റാൻഡേർഡ് കൂടുതൽ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിള്ളേർക്കുള്ള ഇംഗ്ലീഷ് അല്ല. എനിക്ക് തോന്നുന്നു മലയാളത്തില് അമർ ചിത്രകഥ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ അത്രയും പോപ്പുലാരിറ്റി കിട്ടിയത്. ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ അത്രയും പോപ്പുലാരിറ്റി കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും എന്റെ ഓർമ്മയില് ഞാനത് ഇംഗ്ലീഷിലാണ് വായിച്ചത് എന്നാണ് എന്റെ ഓർമ്മ. കുറെ ഏറെ പക്ഷെ മിക്സ് ആയിരുന്നു എന്ന് തോന്നുന്നു നമ്മളൊക്കെ വായിച്ചേക്കുന്നത്. പലതും പല ബുക്സും പല ലാംഗ്വേജിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആക്ച്വലി അമർ ചിത്രകഥയുടെ കാര്യം പറയുമ്പോൾ എൻ്റെ അയൽവക്കത്ത് ഒരു ചേട്ടനുണ്ട്, ഒരു ശ്രീ ഹരി എന്ന് പറഞ്ഞിട്ട് 2 ചേട്ടന്മാർ. അപ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ അമ്മാവനാരോ മനോരമ പബ്ലിക്കേഷൻസിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഏജന്റ് ആ ലെവലിൽ ജോലിയായിരുന്നു. ഒരു പ്രാവശ്യം അവർ കൊണ്ടുവന്നത് ഒരു സ്റ്റാക്ക് ഓഫ് അമർ ചിത്രകഥയായിരുന്നു, ഒരു വലിയ സ്റ്റാക്ക്. ആക്ച്വലി അതിനകത്ത് ഒരു 10-200 ബുക്സ് ഉണ്ട്. അതിൽ എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ടോ പോലും എനിക്ക് അറിയില്ല. കാരണം ആ പുസ്തകങ്ങൾക്കകത്ത് ഈ ബഹുവർണ്ണ സംഭവങ്ങളുണ്ടല്ലോ. ഇവര് ആ ഗ്രൂപ്പ് എല്ലാവരും നമ്മുടെ ചേട്ടന്മാർ, അവര് ഇച്ചിരി ബുള്ളീസാണ്, നമ്മുടെ മേലെ ഉറച്ചൊരു അധികാരം ഉള്ള ടീമുകളാണ്. അവര് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വട്ടം കൂടി ഇരുന്ന് വായിക്കുമ്പോൾ എനിക്ക് തരുന്നത്, ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് എനിക്ക് തരുന്നത് വലിയ കളറൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ്. അപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് കിട്ടിയത് എന്താ അറിയാമോ, ഈ സാധനം വന്ന് ഇറക്കിയതും എനിക്ക് തന്നത് നമ്മുടെ കർണന്റെ ഇതുണ്ടല്ലോ, ഒരു പരീക്ഷയുണ്ടല്ലോ, ആയുധ പരീക്ഷ. ആക്ച്വലി അത് ബ്രൗൺ ആയിരുന്നു. അതിന്റെ ഷെയ്ഡ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു ഇതുണ്ടല്ലോ, ബഹുവർണ്ണ ഒന്നുമല്ല, ഒരു സെപ്പിയേക്കാളൊക്കെ ഡള്ള് സാധനം. പക്ഷെ സംഗതി അതിന്റെ കണ്ടന്റ് അടിപൊളിയാണ്. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് വായിക്കുന്നത്. അങ്ങനത്തെ ഒരു കഥ എനിക്ക് അറിയില്ലായിരുന്നു ആ ടൈമിൽ, ചെറിയ കുട്ടിയാണ്. അപ്പൊ നമുക്ക് ഈ കർണനെ പറ്റി അറിയാമെങ്കിലും ഇങ്ങനെ ഒരു ആയുധ പരീക്ഷ ഉണ്ടായതും പുള്ളിക്ക് കിട്ടിയ അവഗണനയും ദുര്യോധനൻ പുള്ളിയെ ഫ്രണ്ടായിട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ ഉണ്ടല്ലോ, അത് ഇവരെ മറ്റേ പാണ്ഡവന്മാരെക്കാളും കൂടുതൽ പുള്ളി ധനുർവിദ്യയുടെ പ്രാവീണ്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം മലയാളത്തിലായിരുന്നു.
അതിനുശേഷം എനിക്ക് അവരുടെയൊക്കെ വായനയൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓരോന്നായിട്ട് വായിക്കാൻ കിട്ടിയത്. എനിക്കതിൽ ഇപ്പോഴും ഓർമ്മയുള്ളത് ബാലി സുഗ്രീവന്റെ ആക്ച്വലി ആ കഥയും അതിൽ ബാലിവധം ആക്ച്വലി അതായിരുന്നു അതിനകത്തുള്ളൊരു അവസാനത്തെ സീനിൽ അംഗദനെ മറ്റേ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതും ഇനി ഇവനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ സീനൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ അതിൽ ആലോചിച്ചിട്ടുണ്ട്, അതായത് ഈ സുഗ്രീവൻ അത് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് ആ ചെറുപ്പത്തിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പുള്ളി ആ മറ്റേ ചോര ഒഴുകി വരുന്നത് കാണുമ്പോൾ മറ്റേ ഗുഹയ്ക്കകത്ത് നിന്ന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടനെ, അല്ലെങ്കിൽ ഈ ബാലിക്ക് ഒന്ന് ക്ഷമിക്കാമായിരുന്നു, അനിയൻ അറിയാത്തോണ്ടാണെന്നൊക്കെ അന്ന് കുഞ്ഞായിരുന്നപ്പോ ഒക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ കഥ അങ്ങനെ ആ ട്വിസ്റ്റ് ഉണ്ടായാലേ പറ്റൂ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഓർമ്മയുണ്ട്. കാരണം ഈ ആക്ഷൻ സീൻസ് ഒക്കെ ആണ്, അതൊക്കെയാണ് കൂടുതൽ ഓർമ്മ. മറ്റേ നമ്മുടെ മുരുകന്റെ മറ്റേ എനിക്ക് ആകെ ഈ സുബ്രഹ്മണ്യന്റെ ഇത് മാത്രമേ ഓർമ്മയുള്ളൂ. താരകാസുരൻ വധം കിട്ടല്ലോ, അതും ഇതും മാത്രമാണ് നല്ല ഓർമ്മ. പക്ഷെ ഇപ്പോ സാൻഡി പറഞ്ഞതുപോലെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ ശരിയാണ്, ഇംഗ്ലീഷ് കുറെ കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. കാരണം ടിങ്കിളിൽ ഇടയ്ക്ക് ചില സാധനങ്ങൾ വരാറുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അത് നമ്മൾ വായിച്ചു തന്നെ ഇവിടെ വായിക്കുമ്പോൾ ഇംഗ്ലീഷ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. കാരണം ടെക്സ്റ്റ് ഭയങ്കര റിച്ച് ആണ്, അതൊരു ഭയങ്കര കട്ടിയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അത്ര എടുക്കുന്നില്ല എന്ന് തോന്നുന്നു, അത്രയൊന്നും ഡിസ്ക്രിപ്റ്റീവ് അല്ല എന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇങ്ങനെ ഭയങ്കര കുനുകുനാന്നുള്ള അക്ഷരത്തിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഇത് പോവും, നമ്മൾ പിന്നെ വായന തുടരാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതൊക്കെ നമ്മൾ അവസാനത്തേക്കാണ് വെക്കുന്നത്. ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുറിച്ചിട്ട് പിന്നെ ഇതിലേക്ക് വരുന്നത് അവസാനമായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ഇന്ന് ബുക്ക് വേറെ ആരെങ്കിലും കൊണ്ടുപോകും. കാരണം മിക്കവാറും അത് ലൈബ്രറി കോപ്പി ആയിരിക്കും. ലൈബ്രറി പീരീഡിലൊന്നും ഇത് വായിക്കാനുള്ള സമയം കിട്ടാറ്. നമ്മൾ വാങ്ങിക്കാറില്ല ടിങ്കിളൊന്നും. സ്കൂൾ ലൈബ്രറിയിലാണ് മിക്കവാറും നമ്മൾ ആക്സസിബിൾ ആവുക ടിങ്കിൾ കിട്ടാറ്. ടിങ്കിൾ ഡൈജസ്റ്റ് അല്ലെങ്കിൽ ടിങ്കിൾ ഇതൊരു ഐ മീൻ ഞങ്ങളുടെ സ്കൂളിൽ വരുത്തിയിരുന്നു ഇത് സംഭവം. അപ്പൊ അതാണ് എനിക്ക് അമർ ചിത്രകഥയെ പറ്റിയുള്ള ഓർമ്മ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ നമ്മൾ കേൾക്കുന്ന പബ്ലിക്കേഷൻസ് അല്ലാണ്ട് ഈ ചില ലോക്കൽ കോമിക് ബുക്ക് ഹൗസുകൾ ഉണ്ടായിരുന്നു ചില സമയത്ത്. അതൊക്കെ എവിടെ പോയെന്നൊന്നും അറിയില്ല. അതിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഏതോ ഒരു പുരാണ കഥയ്ക്ക് അതിന്റെ എൻഡിങ് 3 വേർഷൻസ് ഉണ്ട്. ആ 3 വേർഷനും അതിലുണ്ടായിരുന്നു. അത് അവർ പറയും, എനിക്ക് കഥകൾ ഓർമ്മയുണ്ട്. ശിവന്റെ കഥയായിരുന്നു. സ്കന്ദപുരാണത്തിലും മറ്റേ വിഷ്ണു പുരാണത്തിലും പിന്നെ വേറെ ഏതൊരു സംഭവത്തിലും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് 3 രീതിയിൽ അത് മാറ്റി വരച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അത് ഏത് പബ്ലിക്കേഷൻസ് ആണ് എന്താണെന്നൊന്നും ഓർമ്മയില്ല. അത് ആക്ച്വലി ഒരു കാര്യം മാത്രമേ ഓർമ്മയുള്ളത്, അത് ശിവനും പാർവതിയും സംവദിക്കുന്ന ഒരു കഥയാണ്. എനിക്ക് തോന്നുന്നത് മക്കളെ രണ്ടുപേരും കൂടി ഒരു ഇത് വെക്കില്ലേ, അത് ലോകം ചുറ്റി വരാൻ പറയും. അത് തന്നെ ആ സംഭവമാണെന്ന് തോന്നുന്നു. അത് 2 രീതിയിൽ എഴുതി. അതെ, അത് മറ്റേ അല്ല, ഒരു വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു സംഭവമാണല്ല അതിനകത്ത്. സിദ്ധിയും ബുദ്ധിയും അങ്ങനെ എന്തോ ഒരു സംഭവമല്ലേ. മുരുകന്റെ കഥയും ഗണപതിയുടെ കഥയും വേറെ ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. സ്കന്ദപുരാണത്തിൽ വേറെ, ഇവിടെ വേറെ. സ്കന്ദപുരാണത്തിൽ പുള്ളി എല്ലാം ക്ഷമിച്ച് പുള്ളി ഓക്കെ എന്ന രീതിയിൽ പറഞ്ഞു പോകുന്നതായിട്ടാണ്. വേറെ ഏതൊരു കഥയിൽ അങ്ങനെ എന്തോ ആണ്, ദേഷ്യപ്പെട്ടു പോകുന്നതോ അങ്ങനെ എന്തോ ഒരു കഥയാണ്. ഓർമ്മയില്ല, ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. എനിക്ക് നോർത്തിലും സൗത്തിലും ആയിട്ട് കഥകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിലും സൗത്തിലും ഒക്കെ പൊതുവെ ഗണപതിക്കാണ് കല്യാണം നാളെ. മുരുകന് കല്യാണം ഇത് വൈഫുണ്ട്, വല്ലി എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. പക്ഷെ വടക്കോട്ട് സുബ്രഹ്മണ്യന് വൈഫില്ല, ഗണപതിക്ക് ബുദ്ധിയും സിദ്ധിയുണ്ട്. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ പല പല ക്ലൈമാക്സുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു പ്രത്യേക ഇഷ്യൂ എടുത്തു പറയേണ്ടത്. അമർ ചിത്രകഥയുടെ ഏറ്റവും ഫസ്റ്റ് ഇന്ത്യൻ കോമിക് എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അതുവരെ നമ്പർ 11 ആണ് ആ ഇഷ്യൂ കോപ്പി. 1 to 10 ആക്ച്വലി വെസ്റ്റേൺ ഫേബിൾസിലെ റെഡ് റൈഡിംഗ് ഹുഡ്, സ്നോ വൈറ്റ്, അതിന്റെയൊക്കെ ട്രാൻസ്ലേഷൻ 1 to 10. നമ്പർ 11 മുതലാണ് ആക്ച്വലി അത് ഇന്ത്യൻ സ്റ്റോറീസിലേക്ക് മാറുന്നത്. അപ്പൊ കൃഷ്ണന്റെ ആദ്യത്തെ കോപ്പി ആദ്യത്തെ വേർഷൻ ഇറക്കിയപ്പോ ഇവര് ആക്ച്വലി അതില് മിറക്കിൾസ് ഒന്നുമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൃഷ്ണൻ ജനിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നൊന്നുമില്ല. അതേപോലെ വസുദേവര് കൃഷ്ണനെ തലയിൽ വെച്ചുകൊണ്ട് യമുന ക്രോസ് ചെയ്യുമ്പം അനന്തം വരുന്ന സീനുണ്ടല്ലോ, വലിയ പാമ്പ്, അപ്പൊ ആ സീനൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുന്നത്, അത്ഭുതപരമായ കാര്യങ്ങളൊന്നും ഈ ഫസ്റ്റ് എഡിഷനിൽ ഇല്ലായിരുന്നു. കാരണം ഞാൻ കേട്ടത് അതിന്റെ ഓതർ ആക്ച്വലി ഒരു ഏത്തിയസ്റ്റ് ആയിരുന്നു. പുള്ളി ഇങ്ങനത്തെ മിറക്ലസ്
സംഭവങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഒരു സെമി ഹിസ്റ്റോറിക്കൽ സംഭവമായിട്ടാണ് റിലീസ് ചെയ്തത്. പിന്നെ ഇതിന്റെ എഡിഷൻ മാറി. അതില് പിന്നെ ഒരു കുറച്ചും കൂടെ പോപ്പുലർ ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന കൃഷ്ണന്റെ കഥയൊക്കെ വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തേർഡ് എഡിഷനും കൂടെ ഉണ്ടായി. അത് എന്തുകൊണ്ട് അത് മാറ്റിയെന്ന് അറിയില്ല. നമുക്ക് കാണുമ്പോൾ അറിയാം എന്റെ ആർട്ട് വർക്കും ഒക്കെ മാറിയിട്ടുണ്ട്. എന്റെ ആക്ച്വലി അതിന്റെ 3ന്റെ ഡിജിറ്റൽ കോപ്പീസ് ഉണ്ട്. എന്റെ അടുത്ത് അതിന്റെ ആ സെക്കൻഡ് വണ്ണിന്റെ ആന്ന് തോന്നുന്നു. എന്റെ അടുത്ത് ഉം ഉം. ബുക്ക് ഉണ്ട് ആക്ച്വൽ. അപ്പം അതായിരിക്കും സെക്കൻഡ് വൺ. തേർഡ് വൺ ഐ ഡോ നോ വെൻ ഇറ്റ് വാസ് റിലീസ്. അതിൽ ഈ പറഞ്ഞമാര് എന്താ പറയാ കടൽ രണ്ടായി പിളർന്ന് ഐ മീൻ യമുനാ നദി കടക്കുമ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ വസുദേവര് ഇത് കൊട്ട വെച്ച് പോകുന്ന ഒരു സീനൊക്കെ വരച്ചിട്ടുണ്ട് അതില്. അതുമാരെ അതാ ഫസ്റ്റ് ഐ തിങ്ക് 2 പാർട്ടാണെന്നാണ് എന്റെ ഓർമ്മ. ഇല്ല കംസനെ സിംഗിൾ ഉം. പാർട്ടാണോ? ബിക്കോസ് അതിൽ എനിക്ക് തോന്നുന്നു ഈ കംസനെ കൊല്ലുന്ന വരെ എന്തോ ഒരു പാർട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് ലൈക്ക് ആ ഒരു പാർട്ട് ആ ഒരു ചൈൽഡ്ഹുഡ് മാത്രം കവർ ചെയ്യുന്നൊരു പാർട്ടാണോ എന്ന് സംശയമുണ്ട് എനിക്ക്. അത് ആക്ച്വലി ഭാഗവതം എന്ന് പറഞ്ഞ് വേറൊരു സീരീസ് ഓഫ് ഓ ബുക്സ് മേ റിലീസ് ബി ചെയ്തു. എന്നാ അതാവും ചിലപ്പോ. അതില് 10 എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. ആ അതൊക്കെ വളരെ പിന്നീട് വന്നതാണ്. ഈ ഓക്കെ കൃഷ്ണന്റെ ഓക്കെ ഓക്കെ. ഞാൻ ഫസ്റ്റ് കോപ്പി നമ്പർ 11 ആക്ച്വലി ഇതാണ് 3 വേർഷൻസ് ഉള്ള. അത് ഒരു വേറെ അങ്ങനെ ഞാനിപ്പം ആ മൾട്ടിപ്പിൾ വേർഷൻസ് ഉള്ള കഥയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് ഓർത്തത്. ഞാൻ ആക്ച്വലി അമർ ചിത്ര കഥ വായിച്ചു തുടങ്ങിയത് മലയാളത്തിലായിരുന്നു. അപ്പൊ എന്റെ വിശ്വാസം ഇത് കംപ്ലീറ്റ്ലി ഒരു എന്തോ മലയാളം പബ്ലിക്കേഷൻ ആണ്. അത് ബാലരമയുടെയാണ് വായിച്ചു തുടങ്ങിയത്. കളറായിരുന്നു. മാർത്താണ്ഡവർമ്മയാണ് ഫസ്റ്റ് കോപ്പി ഞാൻ വായിച്ചതും. പിന്നീടാണ് പതുക്കെ അറിയുന്നത് ഈ പൂമ്പാറ്റയുടെ കയ്യിലായിരുന്നു മുമ്പ് അമർ ചിത്ര കഥ. പൂമ്പാറ്റ അമർ ചിത്രകഥയായിരുന്നു ആദ്യം. ഞാനൊക്കെ വായിച്ചു തുടങ്ങിയ പൂമ്പാറ്റ അമർ ചിത്രകഥയായിരുന്നു. ഞാൻ വേറെ കോമിക്സിനോട് ഭ്രമമുള്ള വേറെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോഴാണ് അവരുടെ കയ്യിലുള്ള കളക്ഷൻ ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതുപോലെ വേറെ ഇത് മുമ്പും പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ആർട്ട് വർക്കിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പൂമ്പാറ്റ അമർ ചിത്ര കഥ പലപ്പോഴും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, ലൈക്ക് ഗ്രീൻ അല്ലെങ്കിൽ റെഡ് കളേഴ്സിലായിരുന്നു. ബാലരമ ഞാൻ കണ്ടപ്പം മുതൽ തന്നെ അത് കളറാണ്. ഇനി അത് മിസ്സായതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ പറയത്തക്ക കാര്യങ്ങള് ആക്ച്വലി ഞാൻ വഞ്ചിനാട്ടിലെ വേതാളങ്ങൾ എഴുതിയപ്പോ മാർത്താണ്ഡവർമ്മയുടെ അമർ ചിത്രകഥയൊക്കെ ഒരുപാട് റെഫറൻസുകൾ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ എന്നാലും എല്ലാ ലോർസും അറ്റ്ലീസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ തുടങ്ങിയത് അതിൽ നിന്നാണ്, അമർ ചിത്രകഥയിൽ നിന്നാണ്. ഒരു വേലുത്തമ്പി ദളവ ഉണ്ടായിരുന്നില്ലേ? മേ ബി ദാറ്റ് ഇസ് വൈ. ഇതൊക്കെ കൊണ്ടായിരിക്കും നമ്മളിത് മലയാളം ഒറിജിനൽ ആണ് ടിപ്പു സുൽത്താൻ കായംകുളം കൊച്ചുണ്ണി. അപ്പൊ മേ ബി ഇതൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് തോന്നിയതോ ഇതൊരു മലയാളം പബ്ലിക്കേഷൻ ആണെന്നും. അല്ലാന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു വളരെ കാലം കഴിഞ്ഞിട്ടാണ്. ശ്രീനാരായണ ഗുരു ഞാൻ വായിച്ചാൽ എനിക്ക് ആദ്യം ഓർമ്മയുള്ള ഒരെണ്ണം ശ്രീനാരായണ ഗുരുവിന്റെയാണ്. ശ്രീനാരായണ ഗുരു ആക്ച്വലി അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഇത് അമർ ചിത്ര കഥ ഇത് ഇറക്കുന്ന ആദ്യം ഇത് വേറെ ഔട്ട്സൈഡേഴ്സ് ആണല്ലോ, നോൺ കേരളൈറ്റ്സ് ആണല്ലോ. പലപ്പോഴും ഈ കേരള സ്റ്റോറീസ് അവര് ചെയ്യുമ്പോൾ ആദ്യം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തിട്ട് പിന്നെ കളർ കൊടുക്കുമ്പോൾ ഈ കേരളത്തിലുള്ളവരുടെ ഡ്രസ്സൊക്കെ പല പല മൾട്ടി കളേഴ്സ് ആയിരിക്കും. ഇത് പിന്നെ മലയാളത്തിലേക്ക് വന്നപ്പോഴും നമ്മുടെ മലയാളികളെല്ലാം കൂടെ ഒന്നും കൂടെ മലയാളിഫൈ ചെയ്തു. ആ നോർമൽ വൈറ്റ് കോട്ടൺ ഡ്രസ്സുകളിലേക്ക് മാറ്റിയെടുത്തു. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ ഇത് ഇംഗ്ലീഷിലാണ് പലപ്പോഴും മലയാളികളുടെ കൈ കിട്ടുന്നത്, പബ്ലിഷേഴ്സിന്റെ കൈ കിട്ടുന്നത്. അപ്പൊ ഇവര് ഇതിന്റെ ഈ പുരാണിക് പേരുകളൊക്കെ ഇംഗ്ലീഷിൽ വന്നിട്ടത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അവർക്ക് അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടില്ല. അന്നേരം ഇതിന്റെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആയിട്ട് ഒരു കൺസൾട്ട് ചെയ്തത് മാലിയാണ്. നമ്മുടെ സർക്കസും പോരാട്ടവും മാലി രാമായണവും ഒക്കെ എഴുതിയ അദ്ദേഹത്തിനെയാണ് കൺസൾട്ട് ചെയ്ത് ഇവർ ഈ കറക്റ്റ് പേരുകളുടെ ഉച്ചാരണം ഒക്കെ പഠിച്ചെടുത്ത് അത് അതുപോലെ തർജ്ജമ ചെയ്യുന്നത്. പിന്നെ കൃഷ്ണകുമാർ എന്ത് പറയാൻ പോകുന്നു? ഞാൻ പറയാൻ വന്നൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. മാലി ഒരു കൺസൾട്ടന്റ് ആയിരുന്നു മലയാളത്തിൽ. ഇത് സെയിം സംഭവം. ഇപ്പൊ കായംകുളം കൊച്ചുണ്ണി ഞാൻ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ വ്യത്യാസമുണ്ട്.
മറ്റേ വേഷവിധാനങ്ങൾ ചെറിയൊരു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് മലയാളം വേർഷൻ വായിച്ചപ്പോൾ അപ്പോൾ അതിൽ മറ്റേ മാറിയിട്ടുണ്ട്. ഡ്രസ്സ് ഇതുപോലെ തന്നെ മറ്റേ സെറ്റ് സാരിയൊക്കെ വന്നു അതിനകത്ത്. വന്നു. മറ്റേതിൽ സെറ്റ് സാരി അല്ല, ഏതൊരു അതിനകത്ത് വേറെ കളേർഡാണ് പുള്ളിയൊക്കെ ഉള്ള സാരി കൊടുത്തൊരു ഇത് കാണിക്കും. അത് ഓർമ്മയുണ്ട്. ബാലരമയിൽ എപ്പോഴും ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഈ അമർ അതെ. ചിത്ര കഥകളുടെ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് വരും. അതിലെപ്പോഴും ഫസ്റ്റ് വൺ ഞാൻ നോക്കും ഇതൊക്കെ ഇങ്ങനെയൊന്ന് വായിക്കുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ ശിവജി, പിന്നെ ഷേർഷാ, അങ്ങനെയാണ് തുടങ്ങുന്നത്. വൺ ശിവജി, പിന്നെ ഷേർഷാ, അത് ഓർമ്മയുണ്ട്. അപ്പോൾ പുതിയത് വരുമ്പോഴേക്കും നമുക്കിങ്ങനെ ഒരു 10-100 എണ്ണം ഇങ്ങനെ ഉണ്ടാവും. നമ്മളിതിൽ ഏതൊക്കെ വായിച്ചു എന്നൊക്കെ ഒരു ലിസ്റ്റ് എടുത്ത് വെച്ചിരുന്നു. ഇതൊന്നും നമുക്ക് ആക്സസിബിൾ വാങ്ങിക്കാൻ കിട്ടില്ല. കാരണം വരുന്നതൊക്കെ ലേറ്റസ്റ്റ് ആയിരിക്കും. സ്റ്റാൻഡിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. ലൈബ്രറിയിൽ ഒന്നും നമുക്ക് ലൈബ്രറിയിൽ നിന്ന് ആക്സസ് ഇല്ല, സ്കൂൾ ലൈബ്രറിയിൽ കിട്ടില്ല. ഇതൊക്കെ എപ്പോൾ വായിക്കാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും മിസ്സായിട്ടുണ്ടാവും. അതിലെ പാനൽ ഇല്ലസ്ട്രേഷൻസ് എനിക്ക് ഇപ്പോഴും ശിവാജിയുടെ ഇതിലെ പാനൽ ഇല്ലസ്ട്രേഷൻസ് ഓർമ്മയുണ്ട്. ഈ പട്ടാളക്കാരെ ഉടുമ്പില്ലേ, ഉടുമ്പിനെ കോട്ടയിൽ കയറ്റി വിട്ടിട്ട് ഉടുമ്പിന്റെ ദേഹത്തുള്ള കയറിൽ തൂങ്ങിയാണ് അവര് കോട്ട കയറിയിരുന്നത്. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് അങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഒക്കെ ആൾക്കാരിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് അമർ ചിത്രകഥയാണ്. ഇപ്പം ആ ഒരു ഉടുമ്പിന്റെ കഥയില്ലേ, അത് എനിക്ക് തോന്നുന്നു ആ ഉടുമ്പിന്റെ പേര് യശ്വന്തിനിയോ അങ്ങനെ എന്തോ ആണ്. നമ്മുടെ അജയ് ദേവഗന്റെ ഒരു പടമില്ലേ, ഒരു മറാഠ വാറിയർ, എനിക്ക് സോറി പേര് കിട്ടുന്നില്ല. ആ ഒരു താനാജിയാണോ? അപ്പൊ താനാജി. ആ താനാജി. അപ്പൊ താനാജിക്കകത്ത് ആക്ച്വലി അവർ യൂസ് ചെയ്യുന്നതാണ് അതിലൊരു ഒരാൾ ആ സിംഹഗഡോ ഏതൊരു കോട്ട സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഉടുമ്പിനെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അത് ആ പടത്തിനകത്തില്ല. അതിപ്പോ അത് പടം കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. കാരണം ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടാക്ടിക് അത് അവർ മിസ് ഔട്ട് ആയല്ലോ എന്ന് ഓർത്തിട്ട് അതൊരു ഒരു ഹിസ്റ്റോറിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു അത്. സ്ട്രാറ്റജിയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ഹിസ്റ്റോറിക്കൽ മൂവീസ് കാണുമ്പോൾ എല്ലായിടത്തും ഒരേ ടൈപ്പ് ക്ലിഷേ ഫൈറ്റിംഗ് സീൻസ് ആണ്. എന്തെങ്കിലും ന്യൂ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ ചേർക്കുന്നതിന് പകരം അവരത് ഉപേക്ഷിച്ചു. അതിലൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ അതൊക്കെ എനിക്ക് അറിയാം. അത് ഒരുപാട് പേർക്ക് അത് അറിയാനുള്ളൊരു എന്താ പറയാ, നോൺ മറാഠീസിന് അത് അറിയാൻ കാരണമായത് ഈ ഒരു മീഡിയം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഛത്രപതി ശിവാജി. Even if you look at any reference to it, ആ കുതിരപ്പുറത്ത് ഇങ്ങനെ ഇതായി നിൽക്കുന്ന ശിവാജിയുടെ ഫസ്റ്റ് ഇമേജ് that comes to your mind is an അമർ ചിത്രകഥ illustration. അത് അതാണ് അതിലെ ഏറ്റവും വലിയ അവരുടെ വിൻ. അതാണ് നമ്മൾ പല ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിനെയും ഫേസ്ലെസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ജനറേഷൻ ഫോട്ടോ കാണാത്തത് പലതും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പിക്ചർ ഇസ് എൻ അമർ ചിത്രകഥ ഇല്ലസ്ട്രേഷൻ. തീർച്ചയായിട്ടും നമുക്കിപ്പം ദൈവങ്ങളെയൊക്കെ രൂപങ്ങൾ മനസ്സിൽ വരുന്നത് ഒന്നെങ്കിൽ കലണ്ടറിൽ നിന്ന് അല്ലെങ്കിൽ അമർ ചിത്രകഥ, രാജാ രവിവർമ്മ അല്ലെങ്കിൽ അമർ ചിത്രകഥ. അമർ ചിത്രകഥ കഴിഞ്ഞോ? ആക്ച്വലി അമർ ചിത്രകഥയുടെ ആപ്പ് എന്റെ കസിൻ മോനൊരു സബ്സ്ക്രിപ്ഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനാണ് അതിന്റെ മെയിൻ യൂസർ. പക്ഷെ ഐ തിങ്ക് അത് ഐപാഡിലൊക്കെ വരുമ്പോൾ നമുക്ക് ആക്ച്വലി ബുക്ക് വായിക്കുന്ന മാതിരി തന്നെ മറിച്ച് ബുക്കിന്റെ ആ ഫീൽ ഇല്ല. പക്ഷെ എന്നാലും ഇറ്റ്സ് ദ ക്ലോസസ്റ്റ് യു കെൻ ഗെറ്റ് ടു. പക്ഷെ അത് ചെറിയ കുട്ടികൾക്ക് ഇറ്റ് ഈസ് നോട്ട് ഇത്തിരി പാടാണ്. നമ്മളൊക്കെ അവരുടെ അറ്റൻഷൻ പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ്. മേ ബി സോറി ലേഖ പറഞ്ഞു. ഇല്ലില്ല, ഞാൻ പറഞ്ഞ ഒരു my son's only 7, so maybe when he's 10 this might be a bit more, കുറച്ച് ഇരുന്ന് വായിക്കാറാവുമ്പം. അല്ല, പ്രത്യേകിച്ച് പുറത്ത് വളരുന്ന നമ്മുടെ കുട്ടികൾക്ക് ആ കേരളത്തിന്റെ ഹെറിറ്റേജും ഇന്ത്യയുടെ ഹെറിറ്റേജും ഒക്കെ അറിയാൻ അമർ ചിത്രകഥ ഒരു നല്ല സാധനമാണ്. അതേപോലെ അമർ ചിത്രകഥ പോലെ തന്നെ നമ്മൾ ചിത്രകഥ വിട്ടുപോവുകയാണ്. അതേപോലെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ചന്ദാമാമ, അമ്പിളിയമ്മാവൻ. അത് ഇതേപോലെ എന്താ പറയാ, ഇന്ത്യൻ സ്റ്റോറീസിന്റെ ഒരു റെപ്പോസിറ്ററിയാണ്. വിക്രം വേതാൾ, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വിക്രം വേതാൾ എന്ന് പറയുമ്പോൾ ഒരു ആയിരക്കണക്കിന് സ്റ്റോറീസിലൊരു സമാഹാരമായിരിക്കുമെന്ന്.
പിന്നീട് ബുക്കൊക്കെ മേടിച്ച് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഏകദേശം ഏതാണ്ട് 25-30 കഥകളും കണ്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ ചന്ദാമാമയുടെ റൈറ്റേഴ്സ് എഴുതി വിടുന്നതാണ്. പക്ഷെ അതിലുള്ള സ്റ്റോറീസ് ഉണ്ടല്ലോ, സ്റ്റോറീസിന്റെ അവസരം വരുന്ന ക്വസ്റ്റ്യൻസ് എന്തോ ഒരു മോറൽ കൊനൻഡ്രം ആണ് പലപ്പോഴും ഓരോ സ്റ്റോറീസ്. അതെ, വളരെ എല്ലാ ക്വസ്റ്റ്യനും ഒരു ലീഡർഷിപ്പ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. അതിന് പ്രത്യേകിച്ച് ആൻസർ ഒന്നും ഇല്ല, പക്ഷെ ഇല്ല. വിക്രമാദിത്യം പറയുന്നത് കറക്റ്റ് ആൻസർ ആണ് എന്തൊക്കെയാണെങ്കിലും. Which is exactly what happens in leadership interview. The questions don't have a finite answer. It doesn't have an evident answer. അതില് ആ എ- ഞാൻ നന്ന വീട്ടില് അമ്പിളിയമ്മാവൻ സ്ഥിരമായി വരുത്തുന്ന ഒരു സംഭവമായിരുന്നു തറവാട്ടില്. ഈ അമ്പിളിയമ്മാവനില് ഈ വിക്രമൻ വേതാളിന്റെ ഫസ്റ്റ് പേജ്, ഇഫ് യു റിമെമ്പർ, ഇറ്റ്സ് വിക്രം വേതാളം, ഒരു ബോഡിയാണ്, വേതാളായിട്ടല്ല, ഒരു ബോഡി തൂങ്ങിക്കിടക്കുക. അതിന്റെ വിക്രമാദിത്യന് വാളം പിടിച്ച് തിരിഞ്ഞു നിൽക്കുന്ന ഒരു പടമാണുള്ളത്. ഇറ്റ്സ് അതിലെ ഫസ്റ്റ് പേജിൽ ഒരു ചെറിയൊരു ഹാഫ് ഇതേ ഉള്ളൂ. സെയിം സാധനമാണ് എല്ലാ പ്രാവശ്യവും വരുന്നത്. വേതാളത്തിനെ പിടിക്കുന്നു, പോകുന്നു, ഈ കഥയാണ്, തല പൊട്ടിത്തെറിച്ചു എന്ന് വേതാളം പറയുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്കത് ബുക്ക് വായിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ പടം കാണുന്ന പേടിയായിരുന്നു. ഇറ്റ്സ് വെരി സ്കേറി. അതെ തലയോട്ടിയൊക്കെ അതെ ഉണ്ട്, അതെ. പാമ്പ് സ്പൂക്കിയാണ്. ഉണ്ട്, ഭയങ്കര തൂങ്ങിക്കിടക്കുന്ന, സ്പൂക്കിയായിരുന്നു അത്. മരത്തിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന. പാമ്പ് മൊത്തത്തിൽ ഈറിയാണ്. പക്ഷെ കഥകളൊന്നും മിക്കവാറും അത്ര പൊട്ടയല്ല, ലൈക്ക് ഇറ്റ്സ് നോട്ട് സ്കേറി ഒന്നും അല്ല ഒന്നും. ഈ പറഞ്ഞ പോലെ അവസാനം ആകുമ്പോ ഇതിന് എനിക്കൊരിക്കലും ഉത്തരം കിട്ടാറില്ല. എന്റെ തല എന്തായാലും നെട്ട് പൊട്ടിത്തെറിക്കുന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു. അല്ല, പക്ഷെ അതിലെയും വിക്രമാദിത്യൻ വേതാളത്തിന്റെയും കഥകളൊക്കെ ഭയങ്കര അഡൾട്ട് ഓറിയന്റഡ് ആണ്. ഐ മീൻ, ദർ ഇസ് വൺ സ്റ്റോറി ഐ റിമെമ്പർ. ഒരു 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 കൊച്ച് കളഞ്ഞു പോവുകയാണ് അമ്മയുടെ അടുത്തുനിന്ന്. പിന്നെ അമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറുന്നു. അവസാനം ഈ കൊച്ച് ആ ബ്രോത്തലില് പോവുന്നു. അപ്പൊ അതിന്റെ അമ്മയെ കാണുന്നു. അങ്ങനത്തെയൊക്കെ സ്റ്റോറീസ് ആയിരുന്നു ശരിക്കും അതിന്റെ അകത്ത്. അത് ആക്ച്വൽ ചന്ദമാമയിലുള്ളതാണോ? ചന്ദമാമയിലുള്ളതല്ല, വിക്രമാദിത്യൻ വേതാളൻ. ചന്ദമാമയിൽ ഞാൻ അത് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അത് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ല, വിക്രമാദിത്യന്റെ കഥയില് അത് ഫുള്ളി അഡൾട്ട് ആണ്. അത് നമുക്ക് ഒരിക്കലും ഒരു കിഡ്സിന് വേണ്ടി റെഫർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും ആക്ച്വലി എന്റെ കോപ്പി മേടിച്ചു, എന്റെ ഷെൽഫിൽ ഇരിപ്പുണ്ട്. അത് കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞ് രസിപ്പിക്കാന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷെ അത് വായിച്ച് തുടങ്ങുമ്പോൾ റിയലൈസ് ചെയ്യുന്നത് എത്രത്തോളം കാസ്റ്റിസ്റ്റ് ആണ്, എത്രത്തോളം സെക്സിസ്റ്റ് ആണ്. ഇറ്റ്സ് എന്താ പറയുന്നത്, അത് നമ്മുടെ കാലഘട്ടത്തിനും പറ്റിയതല്ല. ആക്ച്വലി ഇൻഅപ്രോപ്രിയേറ്റ് ഇൻ സെവറൽ കഴിഞ്ഞ ലെവൽസ്. കഴിഞ്ഞ 10 ജനറേഷൻസിന് പറ്റുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ ഐ തിങ്ക് അതൊന്ന് അഡാപ്റ്റ് ചെയ്ത് അതൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഗുഡ് സ്റ്റോറീസ് നല്ല ആവാം. മെനക്കേട് അത് വൈറ്റ് വാഷ് ചെയ്യാൻ. മഹാഭാരതം ഒന്നും വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെ അല്ല അത് വൈറ്റ് വാഷ് ചെയ്യും. മഹാഭാരതം ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഞാൻ ഈ കഥയൊക്കെ കേട്ടിട്ട് ഞാൻ ഒന്നിനെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ദശരഥന് 3 ഭാര്യമാരുണ്ടായിരുന്നു, ഓക്കെ. എന്റെ മോൻ ഇപ്പൊ ചോദിക്കും അതെന്താ 3 ഭാര്യമാര്, അപ്പൊ തന്നെ ചോദിക്കും ക്വസ്റ്റ്യൻ. അല്ല, മഹാഭാരതം ദി എൻറ്റയർ തിങ് സ്റ്റാർട്ട്സ് ഫ്രം എ റേപ്പ്. ആ കറക്റ്റ്. ആക്ച്വലി ദശരഥന് 3 അല്ല കേട്ടോ, 300 ആണ്. നമ്മൾ അറിയുന്ന പോപ്പുലർ വേർഷനിലാണ് 3. ഇയാള് സഞ്ജയ് ദത്തിന്റെ ഒക്കെ മേരെയാണല്ലോ. ഐ മീൻ, നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഡൈഗ്രസിങ് പക്ഷെ ക്വിക്ലി? അതിലൊരു കൈകേയി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ദ ഓഥർ. സോ ദ എൻറ്റയർ ബുക്ക് ഇസ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് കൈകേയിയുടെ വ്യൂ പോയിന്റ് എന്നാണ്. കൈകേയി ഭയങ്കര സുന്ദരിയാണ് ശരിക്കും. ഇപ്പൊ കൈകേയി ഓൾദോ ഷീസ് എ സെക്കൻഡ് വൈഫ്, കുറച്ച് നമ്മുടെ മറ്റേ കരിഷ്മ കപൂറിന്റെ ഒക്കെ ഒരു മൂവിയിലെ കുറച്ച് ബ്ലൈൻഡഡ് ബൈ ദശരഥന്റെ കെരിസ്മയാണ് ആള്. അപ്പൊ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴാണ് പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവുന്നത് നമ്മൾ കണ്ട ദശരഥനല്ല ഇവിടെ വരുന്ന ദശരഥൻ. അപ്പൊ ആ ആങ്സ്റ്റ് ഉണ്ട്, കോൺസ്റ്റന്റ് കോമ്പറ്റീഷൻ ടു ബി ദി യുനോ ദ ഫേവേർഡ് വൈഫ്. പിന്നെ സുമിത്രയെ കല്യാണം കഴിക്കുന്നത് പുള്ളിക്കാരത്തേക്ക് ഒരു പ്രോബ്ലം ഉണ്ട് അതില്. ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ടെയിൽ. അപ്പൊ ഞാൻ ആലോചിക്കും ഇതൊന്നും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, ഇവര് തമ്മിലുള്ള ഡൈനാമിക്സ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. നമ്മൾ ആ കഥയൊക്കെ കേട്ട് മുന്നോട്ട് പോയി. ആൻഡ് ഐ തിങ്ക് ടു എ ലെവൽ ഈ പറഞ്ഞമാതിരി നമ്മൾ വായിച്ച കോമിക്സിനൊക്കെ അതില് ഇതുണ്ട്. കാരണം അപ്പൊ 3 ഭാര്യമാരുണ്ട്, കുട്ടികൾ സുഖമായി കളിക്കുന്നു, വളരുന്നു, 3 അമ്മമാരും ഒരുമിച്ച് ഇതാവുന്നു. മേ ബി അതൊക്കെ നമുക്ക് കഥകള് ആദ്യത്തെ സെറ്റ് ഉൾക്കൊള്ളാൻ നമുക്ക് എളുപ്പമായിരുന്നു. അതുകൊണ്ട്
ചിലതൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്തേ പറ്റത്തുള്ളൂ. ചിലതൊന്നും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യത്ത് പോലുമില്ല. ഇപ്പം കൗസല്യ, കൈകേയി എന്നൊക്കെ പറയുന്നത് ആക്ച്വലി അവരുടെ ആക്ച്വൽ നെയിംസ് അല്ല. കേകയത്തിലെ രാജകുമാരി കൈകേയി, കോസലത്തിലെയും കേകയത്തിലെയും കോസലത്തിലെ കൗസല്യ. അങ്ങനെയാണ് നമ്മള്. സുമിത്ര എനിക്ക് തോന്നുന്നു ഒറിജിനൽ പേരാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനത്തെ അറിയത്തില്ല, ഒരുപാട് നല്ല മിത്രമേ ഉണ്ടാവുന്നുള്ളൂ. സുമിത്ര ശരിക്കും ദാസിയായിരുന്നു. സുമിത്രദാസിയായിരുന്നു. നല്ല ഫ്രണ്ടായിരുന്നു. പിന്നെ അപ്പം ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. Maybe too friendly. അതെ, I shouldn't say this. Maybe too friendly ആയിരിക്കാം. മേ ബി ബാക്ക് ടു ചന്ദമാമ. അപ്പൊ അതില് ചിത്രകഥകൾ കുറവാണ്, പക്ഷെ സ്റ്റോറീസ് ആർ റിയലി റിയലി ഇൻട്രസ്റ്റിംഗ്. പിന്നെ വേറെന്താവുള്ളേ? പിന്നെ നമ്മള് സ്റ്റീൽ ക്ലോയുടെ ഒക്കെ കാര്യം നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നില്ലേ? അങ്ങനെ കുറെ കോമിക്സ് ഉണ്ട്, വല്ലപ്പോഴും നമ്മൾ വാങ്ങുന്ന. എനിക്ക് ഒരു ഇൻസ്പെക്ടർ ഗുലുമാൽ എന്ന് പറഞ്ഞൊരു റിയലി സ്ലാപ്സ്റ്റിക് കോമഡി ഒരു ചിത്രകഥ ഉണ്ടായിരുന്നു. അത് 1-2 ലക്കങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ, അധികം പോപ്പുലർ ഒന്നുമല്ല. ബട്ട് ഇറ്റ് വാസ് ഹിലേറിയസ്, ഇറ്റ് വാസ് സോ ഫണ്ണി. എന്താ പറയുമ്പോ ശരിക്കും ഒരു ഡീസന്റ് കോമഡി മൂവി കാണുന്ന ഒരു ഫീല് കിട്ടുമായിരുന്നു. എനിവേ, അത് അധികം ആൾക്കാരും കേട്ടിട്ടില്ല. അങ്ങനെ കുറെ റെയർ ജംസ് ഉണ്ട്, അത് വന്നിങ്ങനെ പോകും. ഇപ്പോഴും ഈ നമുക്കിപ്പോ നാട്ടിൽ പണ്ടൊക്കെ നമുക്കിങ്ങനെ ചെറിയ ബുക്ക് സ്റ്റോൾസ് ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പർ സ്റ്റാൻഡ്സ്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ജംഗ്ഷനിലൊക്കെ പോകാൻ ന്യൂസ് പേപ്പർ സ്റ്റാൻഡ്, ബുക്സ് മാഗസിൻസ് മാത്രം വിൽക്കുന്ന, അതാണ് അവരുടെ ടാർഗറ്റ് ഓഡിയൻസും അതാണ്. ഇപ്പോഴും അങ്ങനത്തെ ഇത് ഞാനിപ്പോ നാട്ടിൽ കാണാറില്ല അങ്ങനെ. ലൈക്ക് മേ ബി ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാവൽ ഹബ്സിൽ. പക്ഷെ അല്ലാണ്ട് ഒരു നോർമൽ ജസ്റ്റ് പേപ്പർ വിൽക്കുകയും മാഗസിൻസ് വിൽക്കുകയും ചെയ്യുന്ന I haven't seen any now. ഞാൻ 2 കടയിൽ പോയപ്പോ ബാലഭൂമി മാത്രമേ കണ്ടു, ബാക്കി മാഗസിൻസ് ഒന്നും ഞാൻ കണ്ടില്ല. ബാലഭൂമി അതേപോലെ പണ്ട് കുറച്ചും കൂടെ ചെറിയ പുസ്തകമായിരുന്നു, ഇപ്പൊ അതൊരു മാഗസീൻ ലെവലിലേക്ക് Magazine വളർന്നു. ആണ്. അപ്പം അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, വേറൊന്നും കണ്ടിട്ടില്ല. കുട്ടികളൊക്കെ ബുക്ക് വായിക്കണ്ടാവുമായിരിക്കും. ആക്ച്വലി ഇപ്പോ ചാൻസ് കുറവ്. കണ്ടന്റിനേക്കാളും കൂടുതൽ അതിന്റെ മറ്റേ ഇലിസ്ട്രേഷൻ സ്റ്റൈൽസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ മീശ മാർജാരനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ബാക്കിയുള്ള കൺവെൻഷണൽ സാധനങ്ങളെക്കാളും ഒക്കെ. അതായത് നമുക്ക് ഈ മറ്റേ പെർസ്പെക്ടീവ്സ് ഒക്കെ കാണാൻ പറ്റും. അതായത് ഇപ്പൊ ഇവരിങ്ങനെ ഫ്രണ്ടിൽ ഫോർഗ്രൗണ്ടിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ തെങ്ങിൽ നിന്ന് ആരെങ്കിലും വീഴുന്നതോ അല്ലെങ്കിൽ തെങ്ങിൽ ആരെങ്കിലും കയറി നിൽക്കുന്നതോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതായത് ഈ മറ്റേ എന്താ പറയാ പെർസ്പെക്ടീവ് ഉണ്ടല്ലോ, 3D പെർസ്പെക്ടീവ് എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അതൊക്കെ ആ ഡെപ്ത് ഒക്കെ ഉണ്ട് സീനിന്റെ. അതൊക്കെ മറ്റേതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സിംഗിൾ ഡയമെൻഷൻ, ഒരു 2D കാണുന്ന പോലെയാണ്. ഇത് കുറച്ചുകൂടി 3D ആക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്, ദൂരെ എന്തൊക്കെയോ നടക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് പാനൽ ഒരുപാട് സ്ഥലം ബാക്കി എന്തൊക്കെ ഡിജിറ്റൽ ആനിമേഷൻ അല്ല, ഡിജിറ്റൽ സ്കെച്ചസ് ആയിരിക്കുമല്ലോ. അതെ, മിക്കവാറും ആയിരിക്കണം, അല്ലാതെ ഇങ്ങനെ കിട്ടില്ല. പിന്നെ ഈ ടൂൺസ് ഇന്ത്യ ആനിമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ സ്ഥാപനമുണ്ട്. അവരുടെ കുറച്ച് സംഭവങ്ങൾ പണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണോ ഹിന്ദു ആണോ എനിക്കറിയില്ല, അതിൽ ഈ സപ്ലിമെന്റിൽ വരുമായിരുന്നു. അപ്പൊ അവിടെയൊക്കെ കാര്യം നേരത്തെ പറഞ്ഞ കഥകളൊക്കെ തന്നെയാണ്, ചിലപ്പോൾ പുരാണം ഒക്കെ ആയിരിക്കാം, അങ്ങനെയുള്ള കഥകൾ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ട് കഥകളൊക്കെ ആണെങ്കിലും അതിന്റെ ഇലസ്ട്രേഷൻ സ്റ്റൈൽസ് ഒക്കെ മാറിയതുകൊണ്ട് അങ്ങനെ പുതിയ ഓഡിയൻസിനെ എടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് വ്യത്യാസമുണ്ട്, പഴയതുപോലെയല്ല. ഈ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് മറ്റേ പണ്ടൊക്കെ വരയ്ക്കുമ്പോൾ ഡീറ്റെയിൽ ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല, ചിലതൊക്കെ നമ്മളിങ്ങനെ ഒഴിവാക്കി വിടുന്ന പരിപാടികളുണ്ട്. ഇപ്പൊ വാളൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചങ്ങ് ദൂരെ ആണെങ്കിൽ അതിന് വലിയ ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ വരച്ചിട്ട് മറ്റേ സീനൊക്കെ കമ്പോസ് ചെയ്തിട്ടായിരിക്കും തരുന്നത്, മീൻസ് ലെയർ ഒക്കെ ചെയ്തിട്ടായിരിക്കും തരുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഡീറ്റെയിലിംഗ് അങ്ങനെ ലോസ്റ്റ് അല്ല, മീൻസ് അവരത്ര പണിയെടുത്തിട്ടുണ്ടാവും. ഫ്രാങ്ക് മില്ലറും അലൻ മൂറും ഒക്കെ ഇതൊക്കെ 1980s ചെയ്ത പണിയാണ് ചെയ്തിരുന്നത്. അതെ, അപ്പൊ നമുക്ക് തിരിച്ച് ഗ്രാഫിക് നോവൽസിലേക്ക് പോകാല്ലേ. ഫ്രാങ്ക് മില്ലറുടെ കാര്യം പറഞ്ഞ ഓർത്തു, നമ്മള് ആക്ച്വലി അത് പറയാനാണ് ബുദ്ധിയാവുന്നു അപ്പോഴേക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഗ്രാഫിക് നോവൽസ് ഒന്ന് ഫ്രാങ്ക് മില്ലറിന്റെ കഥകളാണ്, 300 സിൻ സിറ്റി. I think Sin City has influenced me. Wow, 300. Sin City എന്നെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. There's a collection of short stories
അത് എന്താ ക്രോണോളജിക്കൽ ഓർഡർ അല്ല. എന്നുവെച്ചാൽ ഫസ്റ്റ് അതെ ഇതിന്റെ അതെ അതെ എപ്പിസോഡിൽ ലക്കത്തിൽ മരിക്കുന്ന ആള് പിന്നീട് വേറൊരു സ്റ്റോറിയിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ബട്ട് അത് വളരെ എന്താ പറഞ്ഞ റഫായിട്ടുള്ള ഇമോഷൻസ് ആണ്. റേജ്, റിവെഞ്ച്, അങ്ങനത്തെ എല്ലാം ഒരു ആംപ്ലിഫൈഡ് ടു ദ ഹൈറ്റ് ആണ്. ഒരു അതുകൊണ്ടാണ് 80s എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമേഷന്റെ സ്റ്റൈലും ആ കഥയുടെ സ്റ്റൈലും ഭയങ്കര ഇൻ ലൈനാണ്. കാരണം ഈ ആനിമേഷൻ ഇസ് എവറിഥിങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതുപോലെ ക്യാരക്ടേഴ്സ് ആർ ഓൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ഷാഡോ ലൈറ്റിന്റെ ഒരു കളിയുണ്ട്. അത് നല്ല അല്ല രസം സി നമുക്ക്. അതില് ഈ 300 എന്നുള്ള സിനിമയില് എന്തുമാത്രം ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ട് ആ പാനൽസിന് എന്നുള്ളത് ആ സീൻ ബൈ സീൻ. ഗ്രാഫിക് നോവൽ വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. എല്ലാം ആ മറ്റേ ഒരു ആളെ തിന്നുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ല, അവന്റെ ആ കണ്ണാടിയിലെ റിഫ്ലക്ഷൻ വരെ ആ അതുപോലെ എലിയ വുഡ് എലിയ വുഡ്. അഭിനയിച്ച ആ ക്യാരക്ടറില് ആ കണ്ണാടിയിലെ റിഫ്ലക്ഷൻ വരെ അതേപോലെയാണ് എടുത്തിരിക്കുന്നത്. വളരെ യെല്ലോ ബാസ്റ്റേഡിനെയൊക്കെ അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി മൂവി കണ്ടിട്ടാണ് നോവല് വായിക്കുന്നത്. ഞാനും അതെ. മൂവി കണ്ട് ഫാനായി അതിനുശേഷം ഇത് നോവൽസ്, ഗ്രാഫിക് നോവൽസ് വായിക്കുന്നു. ഒരു അത് 80s മൂവി കാണുന്ന വൈബാണ്. ലൈക്ക് ആ പഴയ ജസ്റ്റ് ബ്രൂട്ടൽ വയലൻസ്, റിവെഞ്ച് അല്ല സ്റ്റോറീസ്. അത് എനിക്കിപ്പോഴും ഞാൻ ആ സാധനം വാങ്ങിച്ചിട്ടില്ല. കാരണം അതിലെ ചില പാനൽസിൽ എക്സ്പ്ലിസിറ്റ് ന്യൂഡിറ്റിയാണ്. ഉണ്ട്. അതിനിപ്പോ ഇവിടെ കൊണ്ട് വാങ്ങിച്ചു വെച്ചിട്ട് വേണം ചെറുക്കൻ അതെടുത്തിട്ട് അമ്മ അച്ഛനാണ് പോക്കാണെന്ന് പറയാൻ. കുറച്ചു നാളൊന്ന് കഴിഞ്ഞിട്ട് മേടിച്ചു വെച്ചാൽ മതി. അപ്പൊ പിന്നെ ഒളിച്ചും പാത്തും വായിച്ചു. 300 അത്രയും പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 300 വാങ്ങിച്ചത്. 300 നല്ല ന്യൂഡിറ്റി പക്ഷെ ഇതിലില്ല, നോവലിൽ അത്ര അധികം ഇല്ല. ഇല്ല. ഓക്കെ. ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ആമസോണിലൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ പൈറേറ്റഡ് വേർഷൻ മറ്റേ അതിന്റെ കുറച്ച് പാനൽസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ രണ്ടും. ഇവിടെ ആ ഫസ്റ്റ് മറ്റേ ഇപ്പൊ അതിന്റെ വില കുറഞ്ഞിട്ട് ഇപ്പൊ 1500 ആ റേഞ്ചിലായിട്ടുണ്ട്. നേരത്തെ 3000-4000 ഒക്കെ ഉണ്ടായിരുന്നു ഒരു അല്ല, എഡിഷൻ. ഇവിടെ അത്യാവശ്യം നല്ല വിലയുണ്ട്. ഞാൻ സാധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ആണ് വാങ്ങിക്കുന്നത്. അതൊക്കെ ഞാൻ ലൈബ്രറി കോപ്പിയാണ് വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ഈ ആർട്ട് വർക്കിലുള്ള ഭ്രമമൊക്കെ കൊണ്ടാണ് ചില ആർട്ട് വർക്ക്സ് മാത്രം നോക്കി വാങ്ങും. 18 days. ഗ്രാൻഡ് മോറിസൺസ് 18 days. ഇതിന്റെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, മുകേഷ് സിംഗ്. പുള്ളി വരയ്ക്കുന്ന ആർട്ട് എന്ന് വെച്ചാല് ജസ്റ്റ് ഔട്ട് ഓഫ് ദിസ് വേൾഡ് ആണ്. ഹെവി ഡീറ്റെയിലിംഗ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് മഹാഭാരതമാണ്. പക്ഷെ സൈബർ പങ്ക് സൈബർ പങ്ക്, അതെ അതെ, സൈബർ പങ്ക് ആണ്. ഇത് ഞാൻ എന്റെ ഒരു ഗ്രാഫിക് ഡിസൈനർ ഫ്രണ്ടിന് ഞാൻ ഗിഫ്റ്റ് ചെയ്ത സാധനമാണത്. അതേപോലെ അത് പറഞ്ഞപ്പോഴാണ് ഇതുപോലെ 18 days ഇറങ്ങിയിരുന്നു. 18 days. സോറി, somebody speaking. 18 days ഇറങ്ങിയിട്ടുണ്ട്. ഐ മീൻ ഫുള്ളായിട്ട് കഥ ഇറങ്ങിയിട്ടില്ലല്ലോ. ഇറങ്ങിയിട്ടുണ്ടോ ഫുള്ള്? 18 days എനിക്കൊന്ന് ചില ലക്കങ്ങൾ ഞാൻ എവിടെയൊക്കെ കണ്ടു. ഞാൻ മറിച്ച് നോക്കിയപ്പോ നമ്മൾ ഈ ബുക്കിൽ കാണുന്ന ആ ഡീറ്റെയിൽഡ് ഇല്ലസ്ട്രേഷൻസ് ഒന്നും കോമിക്സിനകത്തില്ല. അതെനിക്ക് ഇത് കൂടുതലും കവറിലും അല്ലെങ്കിൽ ചില സ്പെഷ്യൽ പേജസിലൊക്കെ ആയിരിക്കും. ഞാൻ കണ്ടിട്ടുള്ള ലക്കങ്ങളിലൊക്കെ കുറച്ചുകൂടെ എന്താ ബേസിക് ആയിട്ടുള്ള ഇല്ലസ്ട്രേഷൻസ്, അധികം ടൈം സ്പെൻഡ് ചെയ്യാത്ത. ഇറ്റ് മേക്ക് സെൻസ് ഓൾസോ. കാരണം ഇതെല്ലാം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഇല്ലസ്ട്രേഷൻസ് ആണ്. അപ്പൊ ആ ഇല്ലസ്ട്രേഷൻസിന് വേണ്ടി മാത്രം അത് ബുക്ക് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ വിൽ ബി ഡിസപ്പോയിന്റ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുകേഷ് സിംഗ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ആണ്. മുകേഷ് സിംഗ് ആണ് മറ്റേ ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആണ്. ഗ്രാൻഡ് മോറിസൺ അല്ല ആക്ച്വലി പുള്ളി ഡയറക്ടർ. മുകേഷ് സിംഗ് ഈ 18 days ഞാൻ ഇതുപോലെ ആക്ച്വലി 18 days ഞാൻ ഇതുപോലെ തന്നെ വാങ്ങിച്ച് വഞ്ചിതനായതാണ്. കാരണം ഇത് വന്നപ്പോൾ ആർട്ട് വർക്ക് ഒക്കെയാണ്, പക്ഷെ ഞാൻ വിചാരിച്ചത് ആക്ച്വലി ഫുൾ കോമിക്സ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. ഞാനത്
ഇത് പണ്ട് വാങ്ങി വെച്ചതാ. പക്ഷെ ഇത് വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇൻഫീലായിരുന്നപ്പോ ഈ പറഞ്ഞ പോലെ കോമൺ ഫോൾഡർ എല്ലാവരും ഷെയർ ചെയ്യുന്നില്ല. അതിനകത്ത് രാവണായൻ അല്ല സോറി രാമായണ 3000 AD ഓ സംതിങ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഒരു ഫ്യൂച്ചറിസ്റ്റിക് രാമായണം ഉണ്ടായിരുന്നു. ആ അത് ഓർമ്മയുണ്ടോ? വേറെ ഉണ്ട്. മറ്റേ എല്ലാം മറ്റേ സൈബർ പങ്ക് ആയിരുന്നു, സോറി സ്റ്റീം പങ്ക് രാമായണമായിരുന്നു. അത് കണ്ടിട്ട് അതെനിക്ക് ഞാൻ കുറെ നോക്കി, എനിക്കത് കിട്ടിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. അപ്പൊ മഹാഭാരതത്തിന്റെ ആ വേർഷൻ കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പ്രത്യേകിച്ച് മറ്റേ ഭീമന്റെ ഇതൊക്കെ ഇലിസ്ട്രേഷൻ കണ്ടപ്പോ പുള്ളി ഫുൾ ഓൺ മറ്റേ കർണനും ഭീമനും പിന്നെ എനിക്ക് ഘടോത്കജന്റെ ആ സാധനം ഉണ്ടല്ലോ, ഘടോത്കജനും കടൽക്കച്ചന്റെ അത് നല്ല ഹെവി ഫൈറ്റ് സീൻ, ഡീറ്റെയിൽഡ്. അതൊക്കെ കണ്ടിട്ടാണ് വാങ്ങിയത്. പക്ഷെ അതൊക്കെ അതിനു വേണ്ടി മാത്രം വാങ്ങിയതാണ്. അത് ഇതില് സീൻസ് മാത്രമല്ല, ചില ക്യാരക്ടേഴ്സിനൊക്കെ വിഷ്വലൈസ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇതില് രാമായണത്തിന്റെ ഒരു സീൻ ഉണ്ട്, അതിനകത്ത് രാവണനെ കാണിച്ചേക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. അപ്പൊ നമ്മള് ഈ അമർചിത്രയിലും തെലുങ്ക് സിനിമയിലും ഒക്കെ കാണുന്ന രാവണൻ എന്ന് പറയുന്നത് 10 തലയുണ്ടാവും. ഈ 10 തല നമ്മുടെ ഇവിടെ ദേഹത്ത് ഉറപ്പിക്കുമ്പോൾ ഒരേ തല എക്സ്ട്രാ ആയിട്ട് ഇങ്ങോട്ട് വരും, കുറച്ച് ഔട്ട് ഓഫ് ബാലൻസ് ആവും രാവണൻ. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഈ 10 തല നല്ല മനോഹരമായിട്ടാണ് വെച്ചിരുന്നത്. ഒരു തല ഹാഫ് ഡെവലപ്ഡ് ആയിട്ട് നെഞ്ചില്, ബാക്കി ഇവിടെ കഴുത്തിലും ഒക്കെ ഒരു മ്യൂട്ടന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കൈകള് അത് തന്നെ. ഈ ഫ്രണ്ടിലെ കൈകളൊക്കെ നോർമൽ കൈയാണ്. പക്ഷെ ചില കൈകളൊക്കെ ടീറക്സിന്റെ കൈ പോലെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് നെഞ്ചത്തിങ്ങനെ വയ്ക്കും. അപ്പൊ ഒരു എന്താ പറയാ, ഒരു മ്യൂട്ടന്റ് ഫീൽ കിട്ടും, ഒരു ഔട്ട് ഓഫ് വേൾഡ് ഫീൽ ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് മച്ച് ബെറ്റർ ദാൻ ദ രാവണൻ വി ഹാവ് സീൻ. ആദിപുരുഷിലെ ആക്ച്വലി രാവൺ മറ്റേ ബ്ലൂടൂത്ത് വെച്ച രാവണനെ പോലെ അല്ല, ബ്ലൂടൂത്ത് മറ്റേ തലകളുള്ള രാവൺ. മറ്റേ ആട് സിനിമയിലുണ്ട്, ധർമ്മജനോ അങ്ങനെ ആരോ ആണേലും രാവണട്ട് എന്താടാ കയ്യിലൊരു തല ഇവിടെ ഫിറ്റ് ആവാൻ പറ്റാത്തോണ്ട് കൈ പിടിച്ചേക്കുന്നത്. പുള്ളി അപ്പൊ ശരിയാ, ബാലൻസ് ശരിയാവുന്നില്ല, ഒരെണ്ണം കയ്യിലുണ്ട്. ആക്ച്വലി അതൊരു എന്നെ ഒരുപാട് നാള് ഹോണ്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9 തലയായിരുന്നെങ്കിൽ ഒരെണ്ണം സെന്ററിൽ വെച്ചിട്ട് ബാക്കി സൈഡിലോട്ട് ഡിവൈഡ് ചെയ്യാം. ഈ 10 തലയാകുമ്പോ എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഇമാജിൻ ഇംബാലൻസ് ചെയ്യാൻ അല്ലേ? പറ്റുന്നത്? പുള്ളിയുടെ ആക്ച്വലി ഇതൊരു സിംബോളിസം മാത്രമാണ്. ഇപ്പൊ വരച്ച് അങ്ങനെ ആക്കിയതായിരിക്കും. പുള്ളിക്ക് അത്രയും ബുദ്ധി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആള് ഭയങ്കര ജീനിയസ് മനുഷ്യനാണ്. 10 തലയുടെ ബുദ്ധിയുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അത് വരച്ച് കുളമാക്കിയതാണ്. അതേപോലെ തന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആണ് അഭിഷേക് സിംഗ്. പുള്ളി ഇങ്ങനെ കൂടുതലും ഗോഡ്സ് ആൻഡ് ഡീമൺസ് ആണ് വരയ്ക്കുന്നത്. അദ്ദേഹവും കൃഷ്ണ എന്ന് പറഞ്ഞൊരു ഗ്രാഫിക് നോവല് പുള്ളി ചെയ്തിട്ടുണ്ട്. അതില് ഈ ആർട്ട് വർക്ക് കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്, പ്യൂർലി ഫോർ ദ ആർട്ട് വർക്ക്. ഗ്രാഫിക് നോവൽസ് വായിച്ചിട്ടില്ല, പക്ഷെ ഇതൊക്കെയാണ് വാങ്ങിച്ചത്. ആക്ച്വലി അത് വേറെ അങ്ങനെ കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഞാൻ ഇന്നാള് ഒരിടത്ത് കടയിൽ പോയപ്പോ കണ്ടതാണിത്, മാഡ് മാക്സിന്റെ ആർട്ട് വർക്ക്. അപ്പൊ അതിന്റെ അകത്തെ വരയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വരകളാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് ഞാൻ ഇത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോയി മാഡ് മാക്സ് ഒരിക്കൽ കൂടെ കണ്ടത്, ഫ്യൂറി റോഡ്. ആ ഫ്രെയിംസ് ഒക്കെ ഓരോ ഫ്രെയിമും ഓരോ പാനലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അത് വളരെ ഒരു ഗ്രാഫിക് നോവൽ ഇത്ര അടുത്തറിയുന്ന ഫ്രാങ്ക് മില്ലറിനെ പോലെ ഒരാളും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനത്തെ സിനിമകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതില് നമ്മുടെ ദേവദത്ത് പട്നായിക്കിന്റെ ബുക്സ് ഇതില് വരുമോ, ഗ്രാഫിക് നോവൽസിൽ വരുമോ? ഇല്ലല്ലോ, അത് വരില്ല. ഞാൻ ഒരുപാട് ഇല്ലസ്ട്രേറ്റഡ് വായിച്ചിട്ടുണ്ട്. അല്ലല്ലോ. പുള്ളിയുടെ ഇല്ലസ്ട്രേറ്റഡ് ആണ്. ഐ മീൻ അങ്ങനെ ഇല്ലസ്ട്രേഷൻ അല്ല, പാനൽ അല്ല. പക്ഷെ പുള്ളിയുടെ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ലൈൻ ഡ്രോയിങ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതങ്ങനെ ഒരു വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു വരകളാണ് പുള്ളിയുടെ. നമ്പൂതിരിയുടെ വരകൾ പോലെ. കറക്റ്റ്. നമ്പൂതിരിയുടെ വരകൾ ഭയങ്കര എനിക്ക് ആക്ച്വലി പുള്ളിയുടെ ഒരു നമ്പൂതിരിയുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു കോഫി ബുക്ക് ഇതുണ്ട്. അതിലെ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ where does this line start and where does this line end? കാരണം വരകൾ വെറുതെ കോറിയിട്ടേക്കാണ്, പക്ഷെ ടുഗെദർ അതൊരു സിംഫണിയാണ് അവിടെ. രണ്ടാമൂഴത്തിന്റെ പുസ്തകത്തിലുണ്ടായിരുന്നു കുറച്ച് പുള്ളിയുടെ ആ ഭീമന്റെ ഇല്ലസ്ട്രേഷൻ ഒക്കെ ഒരു വളരെ എന്താ പറയണേ അൺഅപ്പീലിംഗ്
ഫിസിക്കും ഒക്കെയാണ് വരച്ചു ചേർത്തിരിക്കുന്നത്. ഊശാൻ താടിയും കുടവയറും ഒക്കെ. ഹരിശേഷവും പറഞ്ഞല്ലോ, അന്ന് ബാർബർമാർ ഇല്ലല്ലോ, അതെ, താടിയാണ്. ക്ലീൻ ഷേവൻ ദൈവങ്ങളാണ്. ആക്ച്വലി നമ്പൂതിരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ VKN എഴുതിയൊരു കഥ, ഞാൻ ആകെ VKന്റെ ആദ്യമായിട്ട് വായിക്കുന്ന കഥ ഒരു ഓണപ്പതിപ്പിലാണ്, മനോരമയുടെ ഓണപ്പതിപ്പ് എന്തോ ആണ്. അതില് ചെറുകഥയാണ്. അപ്പൊ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു അവസാന കാലത്തെ കഥകളിലൊന്നാണ്. ഇപ്പൊ നമ്പൂതിരിയാണ് അതിന്റെ ഇലിസ്ട്രേഷൻ. അതിനകത്ത് ഇതുപോലെ തന്നെ ഒരു ലൈൻ എവിടെ തുടങ്ങി, ഞാൻ അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ അത് അതായത് ഞാൻ 6-ോ 7-ോ പഠിക്കുന്ന സമയത്താണ്. പക്ഷെ അത് വരയുടെ സംഭവമാണ്. ആ പുള്ളിയെ വര സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എൻഡ് ചെയ്യുന്നത് ആ മറ്റേ ഹൊറൈസൺ വരച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറെ ക്യാരക്ടേഴ്സിനെ വരച്ചിട്ട് അത് എൻഡ് ചെയ്യുന്നത് ആ ഹൊറൈസണിലാണ്. പേനെടുത്തിട്ടില്ല. എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയും. അതുപോലെ തന്നെ ഖസാക്കിന്റെ ഒരു വരയുണ്ട്. പുള്ളി വിജയൻ മറ്റേ വിജയൻ ഖസാക്കിലൂടെ നടന്നു പോകുന്ന ബാക്കിയുള്ള കരിമ്പനകളും എല്ലാം ഇതേപോലെ തന്നെ ഇതേ സ്റ്റൈലിൽ വേറൊരു സ്ഥലത്തും കണ്ടിരുന്നു. പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് സംഭവം. ഐ തിങ്ക് പുള്ളിയുടെ വരകൾ സെറ്റ്സ് അപ്പാർട്ട് മാതൃഭൂമി ആൻഡ് മനോരമയിൽ വരുന്ന വരകൾ വളരെ വ്യത്യാസമുള്ള, അത് കുറച്ചും കൂടെ വാട്ടർ കളറാണ്. മനോരമയിൽ നിങ്ങൾ വായിച്ചിട്ടില്ല? ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊരു വേറെ കഥയാ. മനോരമയിലെ വരകൾ ഇപ്പോ വളരെ മീംസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര അത് പേര് ഞാൻ അറിഞ്ഞില്ല. കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇല്ല, ഞാൻ എന്താ കണ്ടിട്ടില്ല. ആ ആർട്ടിസ്റ്റിന്റെ പേരെന്താണ്? മോഹനൻ സംതിങ് അല്ലേ? മോഹൻ അതായത് എനിക്ക് പേര് മറന്നുപോയി. മനോരമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ വളർച്ചസ് ആയിട്ടാണല്ലോ വരയ്ക്കുന്നത്. അപ്പോ ഇപ്പൊ ഒരുമാതിരി പെർവേഴ്സ് ഒക്കെ പോയി AI പ്രോംപ്റ്റ് എടുത്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മീംസിലൊക്കെ പറയുന്നത് നിങ്ങൾ എത്ര AI പ്രോംപ്റ്റ് കൊടുത്താലും മനോരമയിൽ വരുന്നതിന്റെ AI തെറ്റില്ലെന്ന്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, അതിലൊക്കെ മുടിയൊക്കെ പച്ച കളറൊക്കെ ഉണ്ട്, ഷെയ്ഡിങ് കൊടുക്കുന്നത്. അങ്ങനത്തെ കുറെ എനിക്ക് തോന്നുന്നു ഒന്നും ഇവിടുത്തെ ആൾക്കാരെ മാരിയിരിക്കുന്ന സ്ത്രീകളല്ല അതൊന്നും. വളരെ സ്ട്രെയിറ്റ് ഹെയറും കുറച്ച് ചെമ്പിച്ച മുടിയൊക്കെയുള്ള ആണ് അങ്ങേരുടെ പകുതി ഡ്രോയിങ്സും. പക്ഷെ ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ഡ്രോയിങ് സ്റ്റൈൽ എന്തൊക്കെയാണെങ്കിലും. ഈ പറഞ്ഞമാരെ ഇപ്പൊ അതിനെങ്ങനത്തെ ഇതുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അതിന്റെ ആക്ച്വലി ഫാൻ ബേസ് ഒക്കെ എപ്പോഴാണ് പുറത്തു വരുന്നത്? അല്ല, മംഗളത്തിലും മനോരമയിലൊക്കെ പണ്ട് വരുന്ന കഥകളിൽ ഈ പറഞ്ഞ മറ്റേ എന്താ പറയാ സോപ്സ്, ഡെയിലി സോപ്സ് ഒക്കെ പറയുന്ന നോവൽസ് ഇല്ല, അതിനൊക്കെ ഉള്ള സ്റ്റൈലല്ല മാന്ത്രിക നോവൽ വരുമ്പോൾ. ഏറ്റുമാനൂർ ശിവകുമാറിന്റെ ഒക്കെ നോവല് പുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി പേടിപ്പിക്കാൻ. അതിനോട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടായിരിക്കും ആൾക്കാരെ പേടിപ്പിക്കുന്നത്. ഒരു യക്ഷി അമ്പലം വരച്ച ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഗ്രന്ഥയക്ഷി എന്ന് പറഞ്ഞൊരു ഒരു നോവൽ ഉണ്ടായിരുന്നു. അതിനകത്തൊരു യക്ഷി ഒരു പുസ്തകത്തിൽ നിന്ന് ഇറങ്ങി വന്നിങ്ങനെ നിൽക്കുന്ന ഒരു സാധനമുണ്ട്. ആ പേജ് ഞാനിങ്ങനെ മറയ്ക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യായിരുന്നു. ഒരു വട്ടം കണ്ടാൽ മതി, പിന്നെ നമുക്ക് പേടിക്കാനുള്ള വകയുണ്ട്. നൈറ്റ്മെയർ ഫ്യൂവൽ. ആക്ച്വലി അത് പറഞ്ഞപ്പോഴാണ് ഒരു സെക്കൻഡ് ഇവിടെ പോയി. ഈ മനോരമോട് പറയണം, ബാറ്റ്മാന്റെ ഈ ജോക്കർ സീരീസ്, ദ കില്ലിംഗ് ജോക്കർ, അത് ജോക്കറിനെയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് എക്സ്ട്രീംലി സ്കേറിയാണ്. എക്സ്ട്രീംലി സ്കേറി. അതിൽ എനിക്ക് കില്ലിംഗ് ജോക്കില് ജോക്കർ കുറച്ച് എക്സ്ട്രാ ഈവിളും കൂടെ ആയിരുന്നു. അപ്പൊ അത് വലിയൊരു ട്രോമ എക്സ്പീരിയൻസ് ആണ്. ഞാൻ മൂവിയെ കണ്ടിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചില്ല. കാരണം പുള്ളി അങ്ങനെ ഒരാളാണെന്ന് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ ലാസ്റ്റ് അതിന്റെ എൻഡിങ് വളരെ എന്താ പറയാ ഒരു ഫിലോസഫിക്കൽ എൻഡിങ് പോലെ ആയിപ്പോയി. പക്ഷെ നല്ല എൻഡിങ് ആയിരുന്നു, സാധാരണ കാണുന്ന പോലെയല്ല. ആ ഒരു മൂവി സോറി ഞാൻ മൂവി കണ്ടിട്ടില്ല. എനിക്ക് മൂവി കുറച്ചും കൂടെ ഡൈല്യൂട്ടഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ കോമിക്കിനെ കാട്ടി. ജസ്റ്റ് ആ പോയിന്റ് എന്ന് പറയാൻ വേണ്ടി അതുപോലെ ഇച്ചിരി സ്കേറി ഇലസ്ട്രേഷൻസ് ഉള്ള വേറൊരു സാധനമാണ് ഈ സാൻഡ്മാൻ ക്രോണിക്കിൾസ്. നമ്മുടെ നീൽ ഗെയ്മന്റെ ഇതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മോർഫിയസ് എന്ന് പറയുന്ന സ്വപ്നത്തിന്റെ ദേവൻ, പുള്ളിയുടെ അഡ്വെഞ്ചേഴ്സ് ആണ്. അപ്പൊ അതിലെ ക്യാരക്ടേഴ്സും ഇതിലെ ഭയങ്കര സൂപ്പർ നാച്ചുറൽ ഈവിൾ ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. ഭയങ്കര സ്കേറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെയാണ് പുള്ളി വരച്ചു വെച്ചിരിക്കുന്നത്. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. പക്ഷെ ഇത് വായിച്ച്
കുഞ്ഞുനാളിലാണ് വായിച്ചിരുന്നെങ്കിൽ എഗെയിൻ കുറെ നാള് പേടിക്കാനുള്ള നൈറ്റ് മെയർ വരാനുള്ള സാധനങ്ങളുണ്ട് ഇതില്. ലക്കിലി അന്ന് നമുക്ക് ഇതൊന്നും ആ. എഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഒരു പ്രശ്നമില്ല. അതെ. വി ഓൾ സ്ലെപ്റ്റ് പീസ്ഫുള്ളി. പക്ഷെ എനിക്ക് നമ്മള് ആക്ച്വലി മനോരമയുടെ അടുത്ത് റിക്വസ്റ്റ് ഉണ്ട്. അവരുടെ ഈ മാന്ത്രിക നോവൽസ് ദേ കൻ ആക്ച്വലി റീപബ്ലിഷ്. ഇവരുടെ നോവൽസ് ഒക്കെ തന്നെ അതിന് ബേസ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പഴയ കുറെയൊക്കെ സിനിമ ആയിട്ടുണ്ട്, പക്ഷെ അല്ലാത്തതൊക്കെ അവർക്ക് പബ്ലിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലൈക്ക് വൈ നോട്ട്? അങ്ങനെ ചിലതൊക്കെ വരുന്നുണ്ട്. ആ ഇല്ലസ്ട്രേഷൻസ് കൂടെ വെച്ചാൽ മതി, അപ്പൊ ആ വാങ്ങിച്ചോളൂ. നോട്ട് മൈ വേർഡ്സ്. ആക്ച്വലി ഏറ്റുമാനൂർ ശിവകുമാറിന്റെ ഒരു നോവൽ അദ്ദേഹം റീസെന്റ് ബുക്ക് ക്യാരി പബ്ലിക് പബ്ലിക്കേഷൻസ് വഴി ഒരു ബുക്ക് വന്നിട്ടുണ്ട്. അത് പഴയ നോവലാണെന്ന് അറിയില്ല. അത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ റീസെന്റ്. അവരുടെ ആദ്യത്തെ സംരംഭമാണ് ബുക്ക് ക്യാരി. ആക്ച്വലി ഒരു ബുക്ക് സെല്ലറായിരുന്നു. കോവിഡ് ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ നിന്ന്. അപ്പോൾ അവരുടെ ആദ്യത്തെ പുസ്തകമാണെന്ന് തോന്നുന്നു ഇത്. ആക്ച്വലി ഈ ആദ്യത്തെ ഇടയ്ക്ക് വേറെ ഏതോ ഒരു പുതിയ പുസ്തകം കൂടെ ബുക്ക് കയറി വന്നിട്ടില്ലേ? കുമരനാണോ? അത് കുമരൻ എസ് കെ കുമരൻ ഹരിനാഥിന്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്. ഭീതികഥകൾ 5 ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, വായിച്ചില്ല. ഞാൻ അടുത്ത സെറ്റ് പേരൻസ് വരുമ്പോൾ എനിക്ക് ഈ ബുക്കൊക്കെ കിട്ടുള്ളൂ. എന്തായാലും പ്രേതകഥകൾ പറയുന്ന സ്ഥിതിക്ക് ഇതും കൂടെ ഞാൻ ഒന്ന് കാണിച്ചേക്കാം. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നീലി ഗ്രാഫിക് നീലി. നീലി നീലി. അപ്പം ഇത് ഞങ്ങളുടെ ഒരു നാട്ടുകാരനും കൂടാണ് ഇതിന്റെ ഓതറും. ബി പ്രസാദ്. ബി പ്രസാദ് കരുനാഗപ്പള്ളിക്കാരനാണ് പേര്. പിന്നെ അതിന്റെ വര ഒരു കറ്റാനംകാരനാണ്. അപ്പൊ അതിന്റെ ആർട്ട് വർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ പലപ്പോഴും ഇതൊക്കെ വാങ്ങുന്ന ആർട്ട് വർക്ക് കണ്ടിട്ടാണ്. ഓ നൈസ്. പഞ്ചവങ്കാട്ടിലെ നീലി അല്ലേ? അവർക്കൊരു ആക്ച്വലി ഒരു സീരീസ് ഉണ്ട് കുറെ യക്ഷികളുടെ. എനിക്ക് തോന്നുന്നു നീലിയുണ്ട്, പൊന്നിരത്താളുണ്ട്, പിന്നെ കുറെ ഗോ സ്റ്റോറീസ്. എനിക്ക് ആകെ നീലിയെ മാത്രമേ യക്ഷിയായിട്ട് അറിയുള്ളൂ, പേരുള്ള യക്ഷി. ബാക്കിയുള്ളവരൊക്കെ കള്ളിയങ്കാട്ട് വേറെ നീലി. വേറെ കള്ളിക്കാട്ടിലെ. കള്ളിയങ്കാട്ട് നീലി രണ്ടുപേരുണ്ട്. പഞ്ചവങ്കാട്ടിലെ നീലി, കള്ളിയങ്കാട്ടിലെ നീലി. അത് ഇന്റർചേഞ്ചബിളി യൂസ്ഡ് ആണ്. ഓക്കെ. നീലി പേരല്ല കേട്ടോ, യക്ഷി പോലുള്ളൊരു പദമാണ് നീലി. ഓ ആണോ? അതെ, നമ്മളിപ്പം നമ്മൾ ആ യൂസ് ടു അല്ലാത്തോണ്ട് നമ്മൾ നീലി എന്നുള്ളത് ഒരു പേരായിട്ട് നീലിയമ്മ assume. നീലിയമ്മ എന്ന് പറയുന്നല്ലേ? ഉം. ഇത് നീലി ഇവിടെ തമിഴ്നാട്ടിൽ ഇവിടെ ഒരു അമ്പലം ഉണ്ട് നീലിക്ക്. ആ ഞാൻ കേട്ടിട്ടുണ്ട്. യക്ഷിയെ പറ്റി പറഞ്ഞപ്പോൾ ഷീലയൊറ്റയായിരുന്നു അല്ലേ? ആ കള്ളിയങ്കാട്ടി നീലയായിട്ട് ഷീലയായിരുന്നോ? സിനിമ വന്നിട്ടുണ്ട് അതിന്റെ മൂവി. ആക്ച്വലി ആ എനിക്ക് സിനിമയില് സുകന്യ മാത്രമേ അറിയത്തുള്ളൂ. മറ്റേ കടമറ്റത്ത് കത്തനാരല്ലേ? ആ അത് പക്ഷെ വേറെ, അത് ഈ നീലി ആ നീലി ഒന്നല്ല, അത് വേറെ വേറെ നീലികളാ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ യക്ഷി എന്നുള്ളതിന് കോമൺ ടേം ആയിരിക്കും നീലി. പണ്ട് കൗമുദി മാഗസിൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല. കലാകൗമുദി അല്ല, Yes. കൗമുദി മാഗസിൻ. കൗമുദി. അതിൽ ഒരു കൗമുദി. എഡിഷൻ യക്ഷിയെ പറ്റിയായിരുന്നു. ഈ ആ ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് ആ വേർഷൻ എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞോളൂ. അത് ആക്ച്വലി ഇത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് അപ്പൊ കറണ്ട് വന്നിട്ടില്ല. പാലക്കാട് വെക്കേഷന് പോകുമ്പോൾ ഒരു സെറ്റ് ബുക്ക് അവിടെ ഉണ്ടാവും. മുത്തശ്ശൻ KSRTC-യിലാണ്. അപ്പോൾ അവിടെ നിന്ന് പുള്ളിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. പുള്ളി ഇങ്ങനെ കൗമുദി അങ്ങനത്തെ മാഗസിൻസ് ഒക്കെ അവിടെ കിട്ടുന്നത്. പറഞ്ഞില്ല, ബാലരമയൊന്നും കിട്ടാത്ത നാടാണത്. അപ്പോൾ ഈ കൗമുദിയുടെ ആ യക്ഷിയുടെ എഡിഷൻ ഉണ്ടല്ലോ, ഈ സാധനം ഞാൻ വായിക്കും. പക്ഷെ അതിനകത്തൊരു നടുക്കൊരു യക്ഷിയുടെ ഒരു പിക്ചറൈസേഷൻ ഉണ്ട്. അതൊരു ഫോട്ടോ എടുത്തിട്ട് എന്തോ വാർപ്പ് ചെയ്ത സാധനമാണ്. അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഇതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കഥകളൊക്കെ വായിക്കും. അതായത് നമ്മുടെ ഐതിഹ്യമാലയിലെ കഥ മുതൽ എല്ലാ മോഡേൺ വേർഷൻസ് വരെ അതിനകത്തുണ്ടായിരുന്നു. പല കഥകളും ഇത് വായിച്ച് പേടിക്കാൻ വേണ്ടി മാത്രം. കാരണം രാത്രിയാകുമ്പോൾ പിന്നെ ഇതൊക്കെ വീണ്ടും തികട്ടി വരും. രാവിലെ എഴുന്നേറ്റ് പിന്നെയും വായിക്കും. ഒരു entertainment വേണ്ടേ? പകലൊരു ധൈര്യത്തിന്റെ പേരിൽ കാണിക്കുന്നതാണ്. രാത്രിയാകുമ്പോഴാണ് ഇതെല്ലാം കൂടെ ചാടിത്തുള്ളി വരുന്നത്. അതും പോട്ടെ, ഇടയ്ക്ക് ഞാൻ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ തീർന്നു. തീരുമാനമായി. പിന്നെ രാത്രി ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കും, ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ലൈറ്റ് ഇട്ടിട്ടേ കിടന്ന് ഉറങ്ങാറുള്ളൂ. വിയർക്കും. പിന്നെ ഇരുട്ടിന് പേടിക്കണ്ടല്ലോ, ലൈറ്റ് ഇട്ടിട്ട് ഉറങ്ങും. കറണ്ട് ഉണ്ടെങ്കിൽ അല്ലേ ലൈറ്റ് ഇടാൻ പറ്റും. മെഴുകുതിരി വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഷാഡോ വർക്കാണ്. അതോടെ കഴിഞ്ഞു. നൈറ്റ് മെയർ ഫ്യൂവല് പറഞ്ഞപ്പോ ഞാൻ ഒരു സാധനം എടുത്ത് വെച്ചിരുന്നതാണ്. അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അത് ഇപ്പൊ എടുത്തിട്ട് വരാം. ഓക്കെ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. ഞാൻ ഇതേ കൗമുദിയുടെ അതേ വേർഷൻ വായിച്ചിട്ടുണ്ട്. അത് ഇതേപോലെ എന്തോ 4ാം ക്ലാസ്സോ 5ാം ക്ലാസ് ആ ഒരു ടൈമാണ്. അതും ഇതേപോലെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആ വായിക്കും. കാരണം
നമുക്ക് അന്ന് ഒരുപാട് സോഴ്സസ് ഒന്നും ഇല്ല അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ. ഇതേ പറഞ്ഞ പോലെ നമ്മളിപ്പം രാത്രി എന്തായാലും കിടന്ന് പേടിക്കും, പക്ഷെ പകൽ ഇത് വായിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് വായിച്ചിട്ട് നമ്മൾ തന്നെ സങ്കല്പിച്ചു കൂട്ടും. ഈ അതിനകത്തുള്ള ഈ ലക്ഷങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു വല്ല തെങ്ങിന്റെ ഓലയോ വല്ലോ അനങ്ങിക്കഴിഞ്ഞ് അത് എല്ലാം കൂടെ നോക്കിയിട്ട് വരും ഇതാണ്. എന്നിട്ട് എന്റെ ഈ കഥയും മെനഞ്ഞെടുത്തിട്ട് നമ്മൾ കസിൻസിന്റെ അടുത്ത് പോയിട്ട് വീരവാദം അടിക്കും. എന്റെ ഞാൻ അതെ ഈ പേടി കഥ അതെ കണ്ടു. അതെ, നമ്മള് പേടിച്ച കാര്യം അവരറിയണ്ടല്ലോ, അവരെ ഇത് പറഞ്ഞ് പേടിപ്പിച്ചതില്ലോ. അത് എന്റെ അത് ഏറ്റവും ഇന്നാള് വലിയ പേടി സന്ധ്യ ആകുമ്പോ ജനലടയ്ക്കണം. അപ്പൊ ജനലടയ്ക്കുമ്പോ ആ നമുക്ക് പുറത്ത് കൈ ഇടണമല്ലോ. അപ്പൊ കൈ ഇടുമ്പോ ആരോ കയറി എന്തെങ്കിലും വന്ന് പിടിക്കുന്നത്. അതെ, എന്തെങ്കിലും കയറി പിടിക്കുമെന്നൊരു പേടിയായിരുന്നു എനിക്ക് കൂടുതൽ. അല്ല കട്ടിലിനടിയിലെ അത് പ്രയത്നേക്കാളും പേടി അതായിരുന്നു. അത് വുതറിംഗ് ഹൈറ്റ്സ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇല്ലില്ല. വുതറിംഗ് ഹൈറ്റ്സില് ഒരു ഹീത്ത് ക്ലിഫ് എന്ന് പറഞ്ഞൊരു മനുഷ്യനൊരു പഴയ വീടുണ്ട്. ആ വീട്ടില് അതിന്റെ കുറച്ച് അപ്പുറത്തുള്ള പ്രോപ്പർട്ടിയിൽ ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അയാൾ ഒരു ദിവസം രാത്രി ഹീത്ത് ക്ലിഫിന്റെ വീട്ടിൽ വരും. മഴ കാരണം അവിടെ ട്രാപ്ഡ് ആവും. അപ്പം ഹീത്ത് ക്ലിഫിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊന്നും ഇയാൾക്ക് അറിയത്തില്ല. ഇയാള് രാത്രി ഇരിക്കുന്ന മുറിയിൽ ഇങ്ങനെ ജനലിങ്ങനെ പട്ട 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 പട്ടാ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റ് കാരണം. അപ്പൊ ഇയാള് പുറത്ത് കൈയിട്ട് ഈ കഥ അടയ്ക്കാൻ പോയപ്പോ ഒരു കൈ ഇയാളുടെ കൈ കയറി പിടിക്കാൻ. അപ്പം ഇയാള് ഞെട്ടി, എന്നിട്ട് കൈ വിടുന്നില്ല. അപ്പം ഇയാള് കൈ വിടു എന്ന് പറയും ലെറ്റ് മീൻ എന്ന് പറയും. അപ്പോൾ ഹൂ ആർ യു എന്ന് പറയും. അപ്പം ഐ ആം കാത്തറിൻ എന്ന് പറയും. അപ്പോൾ ഇവൻ പറയും ഐ വിൽ നോട്ട് ലെറ്റ് യു ഇൻ ഈവൻ ഇഫ് യു ആസ്ക് മീ ഫോർ 25 years എന്നെന്തോ ഇയാൾ പറയും. അപ്പോൾ അവള് പറയും ഐ ഹാവ് ബീൻ എ വെയ്ഫ് ഫോർ 25 years എന്നെന്തോ പറയും. എന്ന് വെച്ചാൽ 25 കൊല്ലമായി ഞാൻ അലഞ്ഞു നടക്കുകയാണ് ഈ സ്ഥലങ്ങളിൽ നിന്ന്. എന്നിട്ട് അപ്പോഴേക്കും ഇയാൾ ഞെട്ടി ഉണരും. സ്വപ്നമായിരുന്നു, പക്ഷേ ഉറക്കത്തിൽ ഒച്ചയെടുത്തത് കൊണ്ട് ഹീത്ത് ക്ലിഫ് വരും. ഹീത്ത് ക്ലിഫ് വന്നിട്ട് ഇയാളുടെ അടുത്ത് ചോദിക്കും എന്താണ് ഒച്ചയെടുത്തതെന്ന് പറയും. ഇപ്പൊ പറയും that infernal Catherine, a girl called Catherine, that infernal girl wanted to be let in എന്ന് പറയും. ഇപ്പൊ ഹീത്ത് ക്ലിഫ് അവനെ ചീത്ത വിളിച്ച് ഓടിക്കും മുറിയിൽ നിന്ന്. ഈ മുറിയിൽ ഉറങ്ങാനേ പാടില്ലായിരുന്നു, അവൻ ചീത്ത വിളിച്ച് ഓടിക്കും. എന്നിട്ട് ഇവൻ പോയിട്ട് പെട്ടെന്ന് എന്തോ എടുക്കാനായിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഹീത്ത് ക്ലിഫ് ജനല് തുറന്നിട്ടിട്ട് വിളിക്കുകയാണ്, കാത്തി, മൈ കാത്തി, പ്ലീസ് കം ടു മീന്ന്. യക്ഷിയെ വിളിക്കുകയാണ് അവിടുന്ന്. ഇറ്റ്സ് എ ഡൂംഡ് ലവ് സ്റ്റോറി വുതറിംഗ് അതെ ഹൈറ്റ്സ്. അതൊരു ഭയങ്കര യാ for another day. കൃഷ്ണ ഉസുമാക്കി. ഉസുമാക്കി. അതെ, ഇതിന്റെ ഉസുമാക്കിയുടെ ഇതിന്റെ വരയൊക്കെ ഒരു നിവർത്തിയില്ലാത്ത സാധനങ്ങളാണ്. എവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ദ ക്രീപ്പിയസ്റ്റ് സ്പൈറൽസ് പോസിബിൾ ആണ് ഇതിന്റെ അകത്ത്. ഇത് വായിച്ചിട്ട് കുറച്ച് ദിവസം എവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ കാണുള്ളൂ. നമുക്ക് തന്നെ അതായി പോവുകയാണോ എന്ന് തോന്നും. ഉസുമാക്കി എല്ലാരും വായിച്ചിട്ടുള്ളതാണോ? അതെ, ഞാൻ വായിച്ചിട്ടില്ല. നല്ല സാധനം കേട്ടോ. ഇത് മാത്രം എനിക്കറിയില്ല. ജുൻജിറ്റോടെ എല്ലാം ഏകദേശം നല്ല ക്രീപ്പി സാധനങ്ങളാണെന്ന് കേട്ടിട്ടുള്ളത്. ഉസുമാക്കി ഫേമസ് ആയതുകൊണ്ട് ഈ ഇടയ്ക്ക്, അതും പൈററ്റഡ് എഡിഷൻ ആണെന്ന് തോന്നുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാ. പേജസ് ആർ ഓഫ്, പക്ഷെ ഇലുസ്ട്രേഷൻസ് ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ. സെൻറ്റർ സ്പ്രെഡ് കുറേ എണ്ണം ഉണ്ട്. അതൊക്കെ അത് കണ്ട തന്നെ ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു മൂഡ് കിട്ടും. ആക്ച്വലി അത് ഒന്നാമതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അത് എലവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കളേർഡ് ആണെങ്കിൽ നമുക്ക് അത്രയും എഫക്റ്റ് തോന്നില്ലായിരിക്കും. ഇത് ഉസുമാക്കി ഫെമിലിയർ അല്ലാത്ത ആളുകൾക്ക് ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഐലൻഡില്, ജപ്പാനിലൊരു ഐലൻഡില് ഒരു സ്ട്രേഞ്ച് അഫ്ലിക്ഷൻ പെടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ആദ്യം പലയിടത്തും ആകാശത്തും പലയിടത്തും ഈ സ്പൈറൽസ് കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ സ്പൈറൽസും അവരുമായിട്ടുള്ള ദൂരം കുറഞ്ഞു വന്ന് അവരുടെ ബോഡിയിൽ തന്നെ ഈ സ്പൈറൽസ് ഇപ്പോൾ ഫോം ചെയ്യുകയാണ്. ആൻഡ് ഫൈനലി ദേ എൻഡ് അപ്പ് ഇൻ സ്പൈറൽസ് ഓഫ് ദെയർ ഓൺ. ഒരു ഭയങ്കര എന്താ പറയണ, ഭയങ്കര ഇമാജിനേഷനാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോ ആസ് യൂഷ്വൽ നമ്മള് കുറെ നേരം സംസാരിക്കുന്നു, നമ്മൾ ഇച്ചിരി ഡൈഗ്രസ് ഒക്കെ ചെയ്തു, ബട്ട് ദാറ്റ്സ് ഹൗ വി റോൾ, റൈറ്റ്? അത് സോ ഇത് ഇവിടെ എൻഡ് ചെയ്തിട്ട് ഒരു എപ്പിസോഡും കൂടെ വേണ്ടി വരും. ഐ നെവർ തോട്ട് വി വിൽ ഗോ ദീസ് മെനി എപ്പിസോഡ്സ് ഓൺ കോമിക്സ് ആൻഡ് ഗ്രാഫിക് നോവൽസ്. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ ട്യൂണിങ് ഇൻ. See you later. Take care. Bye. Thank you.